നമസ്കാരം. ചാറ്റ് വിത്ത് ഭക്തനിൽ ഇന്ന് ആദ്യമായിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്രീ വിനോദ് കുമാർ. വിനോദ് സാറ് ഇവിടെ കാക്കനാട് നമ്മുടെ കാക്കനാട് ഓഫീസിലാണ്. കാക്കനാട് എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. RTO എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് 2 RTO ഓഫീസുകളുണ്ടെന്ന്. അതായത് RTO എന്ന് പറയുന്നത് തന്നെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അതിൽ തന്നെ എൻഫോഴ്സ്മെന്റിൽ ഒരു RTO ഉണ്ട് അല്ലേ? അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ തുടങ്ങുന്നത് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരത്ത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിന്റെ അണ്ടറിലാണ് ഈ ഓഫീസുകളെല്ലാം വരുന്നത്. ഓക്കെ. കേരളത്തെ 4 സോണായിട്ട് തിരിച്ചിരിക്കുകയാണ്. ശരി. അപ്പോൾ അതിൽ തിരുവനന്തപുരം സോണുണ്ട്, എറണാകുളം സോണുണ്ട്, തൃശ്ശൂർ സോണുണ്ട്, കോഴിക്കോട് സോണുണ്ട്. ഓക്കെ. ഓരോ സോണെന്ന് പറയുന്നത് 3-4 ജില്ലകൾ ചേർന്നിട്ടായിരിക്കും. ശരി. അപ്പോൾ നമ്മൾ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം സോണിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളാണുള്ളത്. ഈ സോണിന് ഒരു കമ്മീഷണർ ഉണ്ട്, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നാ പറയാം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കീഴിലുള്ളത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേരെ കീഴിലുള്ളത് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ഓക്കെ. അതിന്റെ താഴെ വരുന്നത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അല്ലെങ്കിൽ STA സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ശരി. അതിന്റെ താഴെ വരുന്നത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഓക്കെ. അതിന്റെ താഴെ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ശരി. അതിന്റെ താഴെയാണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ. ഓക്കെ. ഇത് കുറെ ഉണ്ടല്ലേ? കുറെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഈ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ എറണാകുളത്തെ ഒരു ഓഫീസ് ഉണ്ട്. ഈ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് 3 ജില്ലയുടെ ചാർജാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് പിന്നെ വരുന്നത് RTOമാർ വരുന്നത്. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് RTO വരുന്നത്. ഓക്കെ. അപ്പോൾ RTO എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഒരു ജില്ലയ്ക്ക് ഒരു RTO എന്നുള്ള ഒരു നോർമൽ കൺസെപ്റ്റ് അങ്ങനെയാണ്. അത് പണ്ട് വരെ അങ്ങനെ ആയിരുന്നു. പക്ഷേ പുതുതായിട്ട് എൻഫോഴ്സ്മെന്റ് RTOമാരെയും കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന RTO അതിനെ വിഭജിച്ച് ഏറ്റവും കൂടുതൽ തിരക്കുള്ള 3 ജില്ലകൾ, അതായത് തിരുവനന്തപുരം ഉണ്ട്, എറണാകുളം ഉണ്ട്, കോഴിക്കോടുണ്ട്. അവിടെയൊക്കെ റൂറൽ RTO എന്ന് പറഞ്ഞിട്ട് ഓരോ RTOനെയും കൂടി അഡീഷണൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തിന്റെ റൂറൽ RTO ആണ് നമ്മുടെ മൂവാറ്റുപുഴ RTO എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ നമ്പർ KL17 ആണ്. അപ്പോൾ KL1 തിരുവനന്തപുരം, KL7 എറണാകുളം എന്ന് പറയുന്ന പോലെ KL14 ജില്ലയ്ക്കുള്ള RTOമാരാണ്. 15ാമത്തെ ഒരു RTO ഉണ്ട്. ആ RTO എന്ന് പറയുന്നത് KSRTCക്കുള്ള RTO ആണ്. നമ്മൾ KL15 ആണല്ലോ KSRTC നമ്പർ. അപ്പോൾ KSRTCക്കുള്ളൊരു RTO ആണ് KL15 എന്ന് പറയുന്ന RTO. നാഷണലൈസ്ഡ് സെക്ടർ തിരുവനന്തപുരത്താണ് ഓഫീസ്. 16, 17, 18 എന്ന് പറയുന്നതാണ് ഈ റൂറൽ RTO ഓഫീസ്. അപ്പോൾ 16 ആറ്റിങ്ങൽ, 17 മൂവാറ്റുപുഴ, 18 വടകര, ഇങ്ങനെയാണ് RTO ഓഫീസുകളുടെ എണ്ണം പറയുന്നത്. അതിൻ്റെ താഴെ എൻഫോഴ്സ്മെന്റ്, അതിൻ്റെ താഴെയല്ല, അതിനോട് പാരലായിട്ട് തന്നെ എല്ലാ ജില്ലയിലും ഓരോ എൻഫോഴ്സ്മെന്റ് RTOമാരും. അതായത് ഈ പോലീസിൽ വിജിലൻസ് എന്നൊക്കെ പറയുന്ന പോലെയാണോ? അല്ല, പോലീസിൽ സിറ്റി പോലീസ് കമ്മീഷണറും റൂറൽ SP എന്ന് പറയില്ലേ, ഏതാണ്ട് അതിനോട് ഇക്വലന്റ് ആണ്. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്നതാണ് എറണാകുളം RTO എങ്കിൽ റൂറൽ SP എന്ന് പറയുന്നതാണ് റൂറൽ RTO. അത് മൂവാറ്റുപുഴ എവിടെയാണ്. അപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ ആറ്റിങ്ങൽ അതൊരു RTO ഓഫീസാണ്. ശരി. അപ്പോൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരാള് പോലീസിലെ ഒരു സ്ഥാനം പറയുകയാണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറിന് ഇക്വലന്റ് ആണ്. സർക്കിൾ ഇൻസ്പെക്ടറിന് ഇക്വലന്റ് ആണ്. അപ്പോൾ AMV എന്ന് പറയുന്നത് SIക്ക് ഇക്വലന്റ് ആണ്. അത് പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പൊ ഞാനൊക്കെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ വഴിയിലൊരു ഓഫീസർ, പോലീസിന്റെ യൂണിഫോം ഒക്കെ ഇട്ട ഓഫീസർ തടഞ്ഞു, നിങ്ങൾ അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആണെന്ന് എങ്ങനെ തിരിച്ചറിയും? അതൊരു ചോദ്യമാണ്. അപ്പൊ ആദ്യമായിട്ട് സ്റ്റാറിന്റെ കളർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞങ്ങളുടെ സ്റ്റാറിന്റെ കളർ ഗോൾഡൻ ആണ്, പോലീസിന്റെ സിൽവർ ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ നെയിം പ്ലേറ്റ് ഉണ്ടല്ലോ, നെയിം പ്ലേറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ വരുന്നത്, അവരുടെ ബ്ലാക്കിലാണ് വരുന്നത്. അപ്പൊ അതൊക്കെ കണ്ടാൽ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാം. ഇവന് ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ എല്ലാം കുട്ടികളാണല്ലോ, 18 വയസ്സുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഒരു ഓഫീസ് വിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഓഫീസ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആണ്. കാരണം എല്ലാവർക്കും ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ 18 വയസ്സാവാൻ നോക്കിയിരിക്കും. എനിക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് 18 വയസ്സായ അന്ന് തന്നെ അപ്ലൈ ചെയ്യണമെന്നാണ് എല്ലാ പിള്ളേരും പറയാം. ആ രീതിയിലാണ്. ഇവിടെ ഒരു മൾട്ടി കളറിൽ ഒരു ബാഡ്ജ് കാണുന്നത് എന്താണ്? ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡലിന് കിട്ടുന്നൊരു ബാഡ്ജാണ്. അത് കേരളത്തിൽ ആദ്യത്തെ ഇഷ്യൂ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിന്റെ ബാഡ്ജാണ്. സാർ ഇപ്പോൾ എത്ര വർഷമായി? ഒരു 19 വർഷത്തോളം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിൽ. അതിനു മുമ്പ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. എന്തായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ
എറണാകുളത്ത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, അവിടെ ഒരു വർഷം ലെക്ചറായിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയപ്പോൾ കാലടിയിലെ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലെക്ചറായിട്ട് 5 കൊല്ലം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് മോട്ടോർ വെഹിക്കിൾസിലേക്ക്. അപ്പോൾ ആ അധ്യാപനം താല്പര്യമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പല ക്ലാസ്സുകളും സെമിനാറുകളും പല പല പരിപാടികളും എടുക്കാൻ പോകുന്നത് അല്ലേ? അതെ അതെ. മിക്കവാറും ഇപ്പോൾ ക്ലാസ് എല്ലാ ആഴ്ചയിലും 1-2 ക്ലാസ്സുകൾ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 600-700 പേര്, അതിനു മുമ്പിൽ 1000 പേര്, അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഇപ്പോൾ എറണാകുളത്ത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ പൊതുജനത്തെ സംബന്ധിച്ച്, പൊതുജനത്തിന്റെ പ്രത്യേകിച്ച് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് ഈ RTO ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. പോലീസുകാരെ പോലും അത്രയും പേടിയില്ല. കാരണം പോലീസുകാർ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പഴയടച്ച് വിട്ടിട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ ഈ RTO ആൾക്കാർ ഉപദ്രവിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപദ്രവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തൊട്ടനും പിടിച്ചതിനെല്ലാം കുറ്റം കണ്ടെത്തും എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെയും ഒരു പരാതി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രശ്നമുണ്ട്. നിയമം എപ്പോഴും അരുത് എന്ന് പറയാം. നോ പേഴ്സൺ ഷാൽ ഡ്രൈവ്, ആക്ടൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. നോ പേഴ്സൺ ഷാൽ ഡ്രൈവ് എന്നുള്ള രീതിയിലുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിയമത്തിൽ എല്ലാം അരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അരുതാത്തതാണ് എന്ന് നമുക്ക് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് വഴിയിലൊരു ഓഫീസർ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ഓഫീസറെ ശത്രുവായിട്ട് കാണുന്ന ഒരു മനോഭാവം പല ആളുകളിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ആ ഓഫീസർ ഇറങ്ങി വന്ന് വളരെ സൗമ്യമായിട്ട് കാമാൻ ക്വയറ്റായിട്ട് സംസാരിച്ചാൽ ആ പ്രശ്നം തീർന്നേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ മുമ്പിലൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറയാൻ ഒരു ചാൻസും ഇല്ല. കാരണം നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ഒരു വണ്ടി നിർത്തുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന് വെച്ച് അവരുടെ താങ്കളുടെ ലൈസൻസ് ഒന്ന് കാണിക്കാവോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അങ്ങനെ കൂടുതൽ ഭവ്യതയോട് ചോദിക്കുമ്പോൾ ആൾക്കാർ സംശയ ദൃഷ്ടിയോടൊക്കെ കാണാറുണ്ടോ, നോക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അവരെല്ലാവരും മാന്യന്മാരാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വഴിയിലിറങ്ങുമ്പോൾ കേരളത്തിൽ എത്ര വണ്ടി ഉണ്ടെന്നറിയോ? ഇന്ന് രാവിലെ വാഹൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ 1,83,00,000 വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കേരളത്തിലെ കേരള രജിസ്ട്രേഷൻ നമ്പർ വണ്ടി വാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഞാൻ പറയുന്നത്. ഇന്ന് രാവിലെ നോക്കിയതാണ്, ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 1,83,00,000 കഴിഞ്ഞിട്ടുണ്ട്. ശരി. അപ്പൊ അത്രയും വണ്ടികൾ റോഡിൽ ഓടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 1 കിലോമീറ്റർ ഹൈവേ കൂടെ പോയി നോക്കി മിനിമം ഒരു 15 വണ്ടിയെങ്കിലും അതർ സ്റ്റേറ്റ് വണ്ടിയും കാണാൻ സാധിക്കും. മനസ്സിലായി. തമിഴ്നാട് കാണും, കർണാടക കാണും, ആന്ധ്ര കാണും, പോണ്ടിച്ചേരി കാണും. അല്ലേ? അപ്പൊ ഏതാണ്ട് ഒരു 20% കൂടി എക്സസ് വണ്ടി കേരളത്തിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും പറയാൻ സാധിക്കും ഒരു 2 കോടിയിലധികം വണ്ടി കേരളത്തിൽ കിടന്ന് ഓടുന്നുണ്ടാകും. അല്ലേ? അതായത് 2 കോടി വണ്ടിയിൽ വളരെ മാന്യനാന്ന് തോന്നുന്ന ആളായിരിക്കും മൊബൈൽ വെച്ച് വണ്ടി ഓടിച്ച് പോകായിരിക്കും, അല്ലെങ്കിൽ ബ്ലൂടൂത്തിൽ സംസാരിച്ച് പോകായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണ് തിരിയുന്നുണ്ടാവും. ഇപ്പോൾ ഡ്രൈവിംഗ് റൂൾസിൽ പറയുന്ന പല കാര്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ തെറ്റിച്ചിട്ടായിരിക്കും പലരും വണ്ടി ഓടിച്ച് പോവുക. നമ്മളത് അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എത്ര വണ്ടികളുണ്ട്? ഈ 1,83,00,000 വണ്ടികളിൽ 1,80,00,000 വണ്ടികളും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒഫൻസ് കാണിച്ചുകൊണ്ടായിരിക്കും റോഡിൽ കൂടെ പോവാം. അല്ലേ? അവരെ പിടിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എത്രയാണെന്ന് അറിയോ? അറിയില്ല. അതായത് ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വഴിയിലിറങ്ങുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, യൂണിഫോം ഇട്ടുള്ള ഓഫീസർ, യൂണിഫോം ഓഫീസർ ഈസ് ടു വെഹിക്കിൾ റേഷ്യോ നോക്കിയാൽ 1:17,000 ആണ്. ഓക്കെ, മനസ്സിലായി. അതായത് ഒരാൾ 17,000 വണ്ടിയുടെ കാര്യം നോക്കണം. മനസ്സിലായി. നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലാന്ന് വിചാരിച്ചു, ഒരു 50 പേര് വരുന്ന ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ എല്ലാവരും നല്ല രീതിയിൽ പരിശോധിക്കും. ആ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു 5,000 പേര് നോക്കി. ശരിയാണ്. ആ ഡോക്ടർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ പുതിയ ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം പുതിയ കുറേ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടല്ലോ. വളരെ നല്ല പരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ശരി, പ്രാക്ടിക്കൽ സൈഡ് കണ്ടിട്ടാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയ സമയത്ത് അവിടെ ഇരുന്ന് ആൾക്കാരെ ഫയർ ചെയ്യാണ്. ലൈക്ക് അവൻ എന്തിനാ അങ്ങനെ ചെയ്തേ, അവനെ സസ്പെൻഡ് ചെയ്തേക്ക്, അങ്ങനെയൊക്കെ എടുത്തിയാടിയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആളുകൾ കുറവായതുകൊണ്ടായിരിക്കാം ഈ ഒഫൻസുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പൊതുജനത്തിന് പോലും സിറ്റിസൺ സെന്റിനൽ എന്ന് പറഞ്ഞ ചെയ്തിരിക്കുന്നത്. അല്ലേ? സിറ്റിസൺ സെന്റിനൽ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പരിവാഹൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് ഒരു ഓപ്ഷൻ സിറ്റിസൺ സെന്റിനൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. പബ്ലിക്കിന് തന്നെ വഴിയിൽ കാണുന്ന ഒഫൻസുകൾ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, വണ്ടി നമ്പർ അടിക്കാം, ലൊക്കേഷൻ ഇടാം, എന്താണ് ഒഫൻസ് എന്ന് അവർക്ക് തോന്നുന്നത് ചെയ്യാം. ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് നേരെ അപ്ലോഡ് ചെയ്യാം. മനസ്സിലായി. നിങ്ങൾ ഈ ധാരാളം അവയർനെസ്സുകൾ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ടുള്ള അവയർനെസ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം
റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ 6 പാത യാഥാർത്ഥ്യമാവുമ്പോഴത്തേക്കിനും 6 പാതയിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഭയങ്കരമായിട്ട് ഈവൻ മാധ്യമങ്ങൾ പോലും പല രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്, പല രീതിയിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ലൊരു മാറ്റം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വാളയാറ് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ വാളയാറ് കയറുന്ന സമയം മുതൽ നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് കാണാവുന്ന ഒരു ബോർഡാണ് വലിയ വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് മാത്രം വണ്ടി ഓടിക്കുക എന്നുള്ളൊരു ബോർഡ്. ശരിക്കും KL രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലോറികൾ ഓൾമോസ്റ്റ് ഒരു 90% ഇപ്പൊ അങ്ങനെ മാറി വണ്ടി ഓടിക്കുന്നതായിട്ട്. ഇനി അഥവാ അവൻ റൈറ്റ് സൈഡിലാണ് ഒരു വണ്ടി പോയി പുറകെ പോയി ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റിലേക്ക് മാറ്റുന്നതായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഓവർടേക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് മാറാനായിട്ട് ശ്രമിക്കും. അത് ശരിക്കും ഒത്തിരി അവയർനെസ് കാരണം ഒത്തിരി മാറ്റങ്ങൾ ആ ഒരു കാര്യത്തിൽ വന്നിരുന്നതായിട്ട് നിരന്തരം ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരാളായ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ അവയർനെസ്സിലൂടെ മാത്രം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു അപകടം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെടുകയുണ്ടായി. ശരിക്കും ഞാനടക്കം ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ പുറകിരിക്കുന്ന ഇവരോട് ബെൽറ്റ് ഇട്ടിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് ഞാൻ ഓൾ ഇന്ത്യ യാത്ര ചെയ്ത സമയത്ത് എൻ്റെ കുഞ്ഞിന് കാർ സീറ്റ് വെച്ചിട്ടില്ലായിരുന്നു. അതെന്റെ തെറ്റാണ്. കാർ സീറ്റ് നിർബന്ധമായിരുന്നു, നിയമപരമായിട്ടല്ലല്ലോ നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ഞാനിപ്പോൾ കാർ സീറ്റ് വെച്ചിട്ട് കാർ സീറ്റിലാണ് കുഞ്ഞിനെ ഇരുത്തുന്നത്. ഞാൻ അതിൽ മാറി. പക്ഷെ പുറകിലിരിക്കുമ്പോൾ അവരോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ അവർക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരും എന്നെ പോലും ഇപ്പൊ വിമർശിക്കാറുണ്ട്, സുജിത്ത് ഇത്രയും ട്രാവൽ ചെയ്ത് ഇത്രയും പല രാജ്യങ്ങളിൽ പോയിട്ട് സിവിക് സെൻസിനെ പറ്റിയൊക്കെ വാചാലനാവുമ്പോഴത്തേക്കിനും സ്വന്തം കാര്യം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഈ നിയമം ശക്തമായാൽ നമ്മളെല്ലാം ഇതെല്ലാം കേൾക്കില്ലേ? ഇപ്പൊ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും സീറ്റ് ബെൽറ്റ് ഇടുമല്ലോ. ഈ നിയമം 100% ശക്തമാക്കി നല്ല ഹെവി പെനാൽറ്റി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യില്ലേ? അതായത് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് നിയമത്തിൻ്റെ അറിവില്ലാഞ്ഞിട്ടല്ല, നമ്മളത് അനുസരിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മളുടെ മൈൻഡ് സെറ്റപ്പാണത്. നമ്മളൊരു കൊച്ചുകുട്ടി വളർന്നു വരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാറാവുന്ന ഒരു അച്ഛനും അമ്മയൊക്കെ പല്ല് തേക്കുകയും അത് കഴിഞ്ഞിട്ട് അവർ കണ്ണ് തിരുമ്പി എഴുന്നേറ്റ് വരുന്ന നേരെ ബ്രഷിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അതൊരു ശീലമായി മാറി. പണ്ടും അങ്ങനെയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇടാൻ ഉള്ള കാലത്ത് സീറ്റ് ബെൽറ്റ് അംബാസഡർ കാറിലൊന്നും പണ്ടത്തെ സീറ്റ് ബെൽറ്റേ ഇല്ല. മഹേന്ദ്ര ജീപ്പ് അതിലൊന്നും സീറ്റ് ബെൽറ്റേ ഇല്ല. അന്നൊന്നും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ശീലിച്ചിട്ടില്ല. പിന്നെ വന്ന 2000-2001 ശേഷം വന്ന എല്ലാ വണ്ടികളിലും സീറ്റ് ബെൽറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള നിയമം കർശനമായി തുടങ്ങി. അതിനുശേഷം ആദ്യമൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ട ആൾ അയ്യോ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ എന്നൊക്കെ ആദ്യം പറഞ്ഞത്. പിന്നെ ശീലമായി ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാൽ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ആ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. എന്ന് പറയുന്ന പോലെയാണ് ഏത് നിയമം വന്നാലും. ഇപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടു, സൈഡിലിരിക്കുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ കുട്ടിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ അച്ഛൻ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നു, അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്നു, അമ്മയുടെ മടിയിൽ കുട്ടിയെ വെച്ച് പോകുന്ന ഇപ്പോൾ സുജിത്ത് പറഞ്ഞ ആ ചൈൽഡ് റെസ്ട്രെയിൻ സീറ്റ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അത് വളരെ ഡേഞ്ചറാണ്. ഞങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഇൻസ്പെക്ഷനൊക്കെ പോകുമ്പോൾ പേരൻസ് കുട്ടികളെ കൊണ്ടു നടക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കുട്ടി ഇരുന്ന വണ്ടിയാണെങ്കിൽ നിർബന്ധമായിട്ട് ഞങ്ങളവിടെ പോയി പറയും അമ്മയുടെ മടിയിൽ കുട്ടീനെ ഇരുത്തരുത്. നമ്മുടെ എല്ലാ അമ്മമാരുടെ വെച്ചാൽ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അമ്മയുടെ മടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വർഗമാണെന്നാണ് അല്ലേ? അത് വീട്ടിലെ സോഫയിൽ ഓടുന്ന വണ്ടിയിൽ അമ്മയുടെ മടിയിൽ കുട്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിലിരിക്കുകയാണ് ആ കുട്ടി. എപ്പോഴാണോ സഡൻ ബ്രേക്ക് ഇടേണ്ടി വരിക, എപ്പോഴാണോ വണ്ടി ഒന്ന് ഫ്രണ്ടിലുള്ള ഏതെങ്കിലും വണ്ടി പെട്ടെന്ന് ചവിട്ടി പുറകിലുള്ള വണ്ടി ഒന്ന് ഇടിച്ചു, അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് നമ്മുടെ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം. അതുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ മടിയിലാണ് കുട്ടിയിരുന്നത് അല്ലേ? ആ കേസിൽ അമ്മയുടെ മടിയിലാണ് കുട്ടിയിരുന്നത്. ആ അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ഇരുന്നത്. ഈ പെട്ടെന്നൊരു ഹെഡ് ഓൺ കൊളീഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഈ കുട്ടി പോയി ആ ഡാഷ്ബോർഡിൽ അടിച്ചിട്ട് അമ്മ ആ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് ഈ കുട്ടിയെ എയർ ബാഗായിട്ട് ആക്ട് ചെയ്യപ്പെട്ട് കുട്ടി മരിച്ചു. കുട്ടി ഒരു എയർ ബാഗായിട്ട് ആക്ട് ചെയ്യണം അവിടെ. അങ്ങനെ കുട്ടി മരിച്ചു, അമ്മ രക്ഷപ്പെട്ടു. നമ്മുടെ മുമ്പിലുള്ളൊരു ഉദാഹരണമാണ്. ഇതുപോലെ പല ഉദാഹരണങ്ങളും ജഗദീഷ് ശ്രീകുമാറിൻ്റെ അതേ ഇപ്പോഴും റെഡിയായി വരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഇതൊക്കെ നമുക്കറിയാം, എന്തായാലും നമ്മൾ ചെയ്യില്ല. അതാണ് നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഈ പുതിയ പരിഷ്കാരം വന്നപ്പോൾ അത് ട്രാഫിക് ഒഫൻസുകളെ കൂട്ടിയപ്പോൾ ഹെൽമെറ്റിനൊക്കെ നിസ്സാര പൈസയിലുണ്ട് ഫൈൻ ഉണ്ടായിരുന്നുള്ളൂ. 500 രൂപയ്ക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം 500 രൂപ ഫൈൻ അടച്ചവൻ പിന്നെ അയ്യോ എൻ്റെ 500 രൂപ പോകുമല്ലോ എന്നുള്ളൊരു ചാൻസെങ്കിലും ഞങ്ങൾ ഇന്നൊരു അനുഭവമുണ്ട്. അതായത്
ഒരു ട്രിപ്പിൾ അടിച്ചൊരു പയ്യൻ വണ്ടിയിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ബൈക്കിൽ വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ പുറമേന്ന് ഇങ്ങനെ കൈപൊത്തുക, നമ്പർ പ്ലേറ്റ് മറിക്കുകയാണ്. നമ്പർ പ്ലേറ്റ് മറിച്ചുകൊണ്ടാണ് കുട്ടികൾ വണ്ടി ഓടിച്ചു പോകുന്നത്. ഹെൽമെറ്റും ഇല്ല, അതുപോലെ നമ്പർ പ്ലേറ്റും മറിച്ച്. കാരണം എൻ്റെ വണ്ടി പിടിക്കപ്പെടരുത് എന്നുള്ള രീതിയിലാണ് പലരും വണ്ടി ഓടിച്ചത്. അപ്പൊ തെറ്റ് ചെയ്യും, എന്നെ പിടിക്കരുത് എന്നൊരു മെന്റാലിറ്റി മാറിയാൽ നമുക്കിവിടെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ താങ്കളോടല്ല ആക്ച്വലി ചോദ്യം ചോദിക്കേണ്ടത്, പക്ഷെ എന്നാലും ചോദിക്കാം, കിട്ടിയോണ്ട് ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ റോഡിൽ തലകും വിലകും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡ് ക്യാമറകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും വർക്ക് ചെയ്യുന്നില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നു. അല്ല, AI ക്യാമറകളെല്ലാം സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. കാരണം ഞാൻ ഇന്നലെയും കൂടി AI ക്യാമറയുടെ മറ്റേ ഡാറ്റ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ? സ്പീഡ് ക്യാമറ കുറച്ച് മാറ്റങ്ങൾ, കാരണം നിയമത്തിൽ കുറച്ച് മാറ്റം വന്നു, സ്പീഡ് കുറച്ച് കൂട്ടി കൊടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് രാത്രി വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്നായിരുന്നു. MC റോഡ് വഴിയാണ് വന്നത്. ക്യാമറ അടിക്കാനാണെങ്കിൽ എല്ലാം അടിക്കേണ്ടതാണ്, കാരണം രാത്രി പാതിരാത്രിക്കാണ് വന്നത്. സ്പീഡ് ക്യാമറയിൽ ഉപരി മറ്റുള്ള ക്യാമറകൾ, അതായത് AI ക്യാമറകൾ മെയിനായിട്ട് നോക്കുന്ന 4-5 ഓഫൻസുകൾ, അതിൽ സ്പീഡ് വരുന്നില്ല. അതിനകത്ത് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് ഇല്ലാത്ത കേസുകൾ വരെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൺട്രോൾ റൂമിൽ കിട്ടിയ ഒരു ഫോട്ടോ, 4 കുട്ടികളും ഒരു പട്ടിയും ആയിട്ട് ഒരു ഫോട്ടോ കിട്ടി. കുട്ടികൾ പട്ടിയെ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞാൽ. എനിക്കൊരിക്കൽ ചേർത്തലയ്ക്ക് പോണ വഴിക്ക് ഫ്രണ്ടിൽ 2 ആളും 2 ആടും ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ പബ്ലിക് വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് എളുപ്പത്തിൽ എത്തണം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ റോഡിൽ കൈ കാണിച്ച് നിർത്തി അല്ല പരിശോധന ചെയ്യേണ്ടത്. നിങ്ങൾ റോഡിലൂടെ വെറുതെ വണ്ടി ഓടിച്ചാൽ മതി. അപ്പോഴാണ് ശരിക്കും നമുക്ക് നിയമലംഘനങ്ങൾ കാണാൻ സാധിക്കുന്നത്, അല്ലേ? ശരിയല്ല? നമ്മൾ റോഡിൽ നിൽക്കുമ്പോഴത്തേക്കിനും വരുന്ന ആൾക്കാർ നിങ്ങളെ കണ്ടുകൊണ്ട് കെയർഫുൾ ആകും. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ സൈക്കോളജിക്കൽ പ്രശ്നം വേറെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടി കണ്ടാൽ എല്ലാവരും മാന്യന്മാരാവും. അപ്പൊ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു മൊബൈല് സംസാരിച്ചു വരുന്ന ഒരാളെ ഞാൻ കൈ കാണിച്ച് തടഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ ആദ്യത്തെ ഡയലോഗ്, അയ്യോ സാറ് നിൽക്കണ കണ്ടില്ലാന്ന്. സാറ് നിൽക്കണ കണ്ടില്ലാന്ന്. അപ്പൊ സാറില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയേനെ എന്നുള്ള ചിന്ത പലർക്കും പലരുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ നമ്മളെ പിടിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യും, നമ്മളെ പിടിക്കാൻ ആളില്ലെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ്. ഈ കഴിഞ്ഞ കൊല്ലത്തെ ആക്സിഡന്റ് ഡെത്ത് എടുത്ത് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 3800 ആ റേഞ്ചിൽ ആണ് വന്നിട്ടുള്ളൂ. 4000-ന് മുകളിൽ പോയതാ. 4200 ആയതാണ് അപകട മരണം. ഒരു വർഷത്തെ അപകട മരണം. അത് കഴിഞ്ഞ കൊല്ലം 2024 കുറവാണ്. ഒരു 10-250 ആളുകളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ഓൺലി ബിക്കോസ് ഓഫ് AI ക്യാമറ. ശരിക്കും അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ അവയർനെസ് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പല രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന അവയർനെസ്, സാറ് തന്നെ എത്ര ക്യാമ്പുകൾ, എത്ര ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എത്ര ആളുകൾ. ഇതിലേറ്റവും വലിയൊരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ശബരിമല സമയത്ത് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. നിങ്ങളുടെ ഒരു സേഫ് സോൺ പദ്ധതി. എനിക്ക് ഓർമ്മയുണ്ട് ഇത് ആരംഭിക്കുന്നത്. ഞാൻ എനിക്കൊരു 10-12 വർഷം ആയിട്ടേ ഉള്ളൂ ഇത് തുടങ്ങിയിട്ട്. ശരിക്കും ഒരു വോളണ്ടറി ആക്ടിവിറ്റി അല്ലേ? അല്ലേ? അതായത് അവരെ ഈ ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത്, അവരെ ഫൈനടിപ്പിക്കാൻ അല്ലേ, അവരെ സഹായിക്കുക. അത് ശരിക്കും കണമല ദുരന്തമൊക്കെ നടന്നതിന് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. അതെ. ഈ വണ്ടികൾ ഇങ്ങനെ പട്രോൾ ചെയ്യുക, അതായത് മോട്ടോർ വെഹിക്കിൾസിൻ്റെ വണ്ടികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണും വഴി. അപ്പോൾ സ്വാഭാവികമായും എതിരെ വരുന്ന വണ്ടികൾക്കൊരു അവയർനെസ് ആയി, വണ്ടി ഉണ്ട് ഇവിടെ, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ അന്യസംസ്ഥാന വാഹനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതെ. അന്യസംസ്ഥാന വാഹനങ്ങൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഹിൽ റോഡുകളിൽ വണ്ടി ഓടിച്ച് ശീലമുണ്ടാവില്ല. പിന്നെ എന്താ പറയാ, അവരുടെ വാഹനത്തിന്റെ കപ്പാസിറ്റി ഹിൽ ഏരിയ ആണല്ലോ. അങ്ങനെയുള്ള പല പ്രോബ്ലംസ്. പിന്നെ ദൂരെ നിന്ന് ഓടിച്ചു വരുന്നു, ക്ഷീണിതരായിട്ട് വരുന്ന ആൾക്കാർ, പിന്നെ ഫിറ്റ്നസ് ഇല്ലായ്മ, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടല്ലോ. ഇപ്പം ശരിക്കും ആ ചരക്ക് വാഹനങ്ങളിലുള്ള യാത്രയൊക്കെ നിരോധിച്ചത് പ്രത്യേകിച്ച് വലിയ കാര്യമാണ്. ഗുഡ്സ് വാഹനങ്ങളിലാണ് ഈ പറയുന്ന രീതിയിൽ ടാർപ്പായ കെട്ടി ഭക്തജനങ്ങൾ വരുന്ന രീതിയിൽ വന്ന് പണ്ടത്തെ സിസ്റ്റം അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഗുഡ്സ് വാഹനങ്ങളിൽ അത്ര പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്ത ഇതാണ്. ഒരു ചെറിയ ടാർപ്പായ കെട്ടിട്ടായിരിക്കും വരിക. പിന്നെ തോരണങ്ങളൊക്കെ തൂക്കി അതൊക്കെ ഒഴിവാക്കി ഉള്ള രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടത്. അപ്പോൾ അതുപോലെ പോയാൽ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കുറയും. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ അംബാസഡറിലാണ് അന്ന് കാർ ഓടിച്ച് പഠിക്കുന്നത്. കാർ ഓടിച്ച് പഠിച്ച് പത്തനംതിട്ട RT ഓഫീസിൽ നമ്മൾ ടെസ്റ്റിന് പോകുന്നു. ടെസ്റ്റ് പരീക്ഷ പാസ്സായി. അതിനുശേഷം നമുക്ക് ബൈക്കിന്റെ അന്ന് MIT-ലാണ് നമ്മൾ എടുക്കുന്നത്. ആ MIT-ൽ വെറുതെ കയറിയിരുന്ന് ആക്സിലേറ്റർ വിട്ടാൽ മതി, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് 8 അവിടെ പോയി നിന്നോളും. കറക്റ്റ് 8 അവിടെ നിന്നോളും. അതിനറിയാം എങ്ങനെ പോകണമെന്നുള്ളത്. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ പരിപാടിയായിരുന്നു ഞാൻ ആ സമയത്ത് എടുക്കുന്ന സമയത്തൊക്കെ.
നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു പെനാൽറ്റി കിട്ടി. അതായത് സൂര്യാസ്തമനത്തിന് ശേഷം ഡ്രൈവിംഗ് പഠിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഫൈൻ കിട്ടിയത്. ശരിക്കും ഞാൻ ആലോചിക്കുമായിരുന്നു, അതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ? കാരണം രാത്രി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാലല്ലേ ഇവന് ഡിമ്മും ബ്രൈറ്റും അടിക്കാനുള്ള അവയർനെസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എന്താ ആ നിയമങ്ങൾ എന്താ? ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് 18 വയസ്സിലല്ല. ഓക്കെ, ഒരു സാമാന്യ ബുദ്ധിയോട് കൂടി നമ്മൾ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വണ്ടി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂൾ വാനിൽ സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും. ഈ സ്കൂൾ വാൻ ഓടിക്കുന്ന ഡ്രൈവർ അവൻ എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുന്നത് ഈ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുക. അവൻ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നുണ്ടാവും, അല്ലേ, കാല് പിടിച്ച് ചവിട്ടുണ്ടാവും, അതുപോലെ ഗിയർ ഇങ്ങനെ വലിച്ചെടുത്തുണ്ടാവും. ഇതെല്ലാം ആ കുട്ടി പഠിക്കുകയാണ്. അന്ന് വൈകുന്നേരം ചിലപ്പോൾ ആ കുട്ടി വീട്ടിൽ വന്ന് വെച്ച് കാറുണ്ടെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് വെച്ച് സ്റ്റിയറിംഗ് വീലിൽ ഇങ്ങനെ തിരിക്കും, കാലുകൊണ്ട് ചവിട്ടും, മറ്റേ ഗിയർ ലിവർ വലിച്ചിടും, ഒക്കെ ചെയ്യും. എൻജിൻ സൗണ്ടിന് വേണ്ടിയിട്ട് വായ കൊണ്ട് സൗണ്ട് ഉണ്ടാക്കും. അതാണ് ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവൻ അതിൽ നിന്ന് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ സ്കൂൾ ബസ്സിലായി കഴിയുമ്പോൾ ഈ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവറും ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, കണ്ടുപഠിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളർ പുറത്ത് വലിക്കുന്നു വിചാരിക്കും. ഈ പയ്യൻ വിചാരിക്കും അതും ഡ്രൈവിങ്ങിലുള്ളതെന്ന് വിചാരിക്കും. കേട്ടോ, ആ ഒരു മൈൻഡ് സെറ്റപ്പ് ഡ്രൈവിങ്ങിൽ അങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കുകയാണ്. 100%. കാരണം ഞാൻ വണ്ടി ഓടിക്കുന്ന ഡിറ്റോ അതേപോലെയാണ് ഇവനും വണ്ടി ഓടിക്കുന്നത്. കാരണം ഇവൻ എന്നെ കണ്ടുപിടിച്ചേക്കണേ. ഞാൻ കൂടെ ഇരിക്കുമ്പോഴും ഞാൻ പറയും എടാ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് ഞാൻ ഓടിക്കുന്ന എങ്ങനെയാണ് അതേപോലെയാണ് ഇവൻ ഓടിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവന്റെ ഓടിക്കുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ പോവാ. അതെ. അതിനുശേഷം ഇതെല്ലാം പഠിച്ച് പിന്നെ നമ്മളൊരു 12, 13, 15 വയസ്സുള്ളപ്പോൾ സ്വാഭാവികമായും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അച്ഛനോ അമ്മയോ നമ്മളാരും ചെയ്തില്ല എന്നല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്, എന്നാലും സ്റ്റിയറിംഗ് വീലിൽ ഒന്ന് പിടിച്ചോ എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും, അല്ലേ? അങ്ങനെ അവർ കുറേശ്ശെ പഠിച്ച് 18 വയസ്സാകുമ്പോഴായിരിക്കും ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ലേണേഴ്സ് എടുക്കാനായിട്ട് വരിക. അതിനുശേഷം ട്രെയിനിങ് തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 750-1000 പേരെടുത്തുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരു സിലബസ് ഉണ്ട്. നമ്മൾ ഏത് കോഴ്സിന് പോകുമ്പോഴും ഒരു സിലബസ് ഉണ്ടാവും. ഇപ്പോൾ ഡിഗ്രി കോഴ്സിന് കോളേജ് ചെല്ലുമ്പോൾ അവിടെ ആദ്യം സിലബസ് ബുക്കാണ് നമ്മൾ വാങ്ങുക, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ബിടെക് പഠിക്കാനൊരു, പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ബിടെക്കിന് കോർ ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അല്ലെങ്കിൽ സിവിൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, അങ്ങനെയുള്ളതുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അവിടെ ചെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസിന് എനിക്ക് അഡ്മിഷൻ വേണമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ഏതാ വേണ്ടേ, കമ്പ്യൂട്ടർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണോ, കമ്പ്യൂട്ടർ ആൻഡ് റോബോട്ടിക്സ് വേണം, അങ്ങനെ പല പല മാറി. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താണ് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സിലബസ് അറിയണം. എന്ന് പറയുന്ന പോലെ ഡ്രൈവിങ്ങിനൊരു സിലബസ് ബുക്കുണ്ട്. ഈ സിലബസ് ബുക്ക് കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ഒന്ന് കൈവെക്കാവെന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ ലേണേഴ്സിന് പോകുമ്പോൾ ഒരു ബുക്ക് തരാറുണ്ട്. അത് ചെറിയ, അതായത് നമ്മുടെ റോഡ് സയൻസും കാര്യങ്ങളൊക്കെ ലേണേഴ്സിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് പോലെയുള്ള സംഭവമാണ് ഈ ചെറിയ ബുക്ക് എന്ന് പറയുന്നത്. അതല്ല, ശരിക്കും സിലബസ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നോ യുവർ വെഹിക്കിൾ എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ അറിയുക. അത് ഇവിടത്തെ അല്ല, പല വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ UK ഉള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ടെസ്റ്റ് നടത്താനായിട്ട് വരുമ്പോൾ ഓഫീസർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഷോ മീ ടെൽ മീ എന്നാണ് പറയുക. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഷോ മീ ടെൽ മീ. അതായത് കാണിക്കൂ പറയൂ, ഇതാണ് മലയാളം. ചോദ്യം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചോദ്യം ഇതാണ്, നിങ്ങൾ ആ വരുന്ന കാൻഡിഡേറ്റിനോട് ചോദിക്കും, ആ കിടക്കുന്ന കാറിൻ്റെ ബോണറ്റ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ എൻജിൻ ഓയിൽ ലെവല് ഡിപ്സ്റ്റിക്ക് ഒന്ന് പൊക്കി നോക്കി ഊരി നോക്കി പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ബോണറ്റ് പൊക്കാൻ അറിയാമെങ്കിലല്ലേ അവന് പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിയെ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക, വണ്ടിയുടെ കാര്യങ്ങൾ, കൺട്രോൾ മെക്കാനിസംസ് ഒക്കെ ഒന്ന് പഠിക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം കൺട്രോൾ മെക്കാനിസംസിൽ ഫുഡ് കൺട്രോളുണ്ട്, ഹാൻഡ് കൺട്രോളുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അതിനുശേഷം പിന്നെ വരുന്ന റോഡ് സയൻസ്, റോഡ് മാർക്കിങ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ പഠിക്കുന്നില്ല പിള്ളേർ. വെറുതെ മെക്കാനിക്കൽ ഡ്രൈവിംഗ് മാത്രമാണ് നമ്മൾ പഠിച്ചു വിടുന്നത്. മറ്റുള്ള നിയമങ്ങൾ, റോഡിലെ വരകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് വരകൾക്കൊക്കെ. അപ്പോൾ ആ വരകൾ അറിയാത്ത ഒരാളായിരിക്കാം വണ്ടി ഓടിച്ചത്. എനിക്കൊരു അനുഭവം ഉണ്ട്, ഞാൻ ആദ്യം പറയാം. കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വളവിൽ ചെക്കിങ്ങിന് നിൽക്കുക. അപ്പോൾ വളവിലിങ്ങനെ സെൻറ്ററിലൊരു മഞ്ഞ വര കണ്ടിന്യൂസ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി വരുന്നു, ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി കയറി വരികയാണ്, മഞ്ഞ വര കട്ട് ചെയ്ത് കയറി വരികയാണ്. അപ്പോൾ ഞാൻ വണ്ടി തടഞ്ഞു. പണ്ടത്തെ കാലമാണ്, അന്നിങ്ങനെ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് എഴുതുന്ന കാലമാണ്, ഇപ്പോൾ മൊബൈലിലൊന്നും എഴുതുന്ന കാലമല്ല. അപ്പോൾ ഒരു കേസ് എടുക്കാൻ തന്നെ ഒരു ഹെൽമെറ്റ് തന്നെ 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇവർ വന്ന് വണ്ടി തടഞ്ഞു നിർത്തി. ഒരു ലേഡിയാണ് ഓടിച്ചത്. അപ്പോൾ
അവരുടെ ലൈസൻസും ഡോക്യുമെൻസൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ലൈസൻസ് ഒരു പഴയ ബുക്ക് ഫോമാണ് അതെടുത്ത് കാണിച്ചത്, വാലിഡാണ്, കുഴപ്പമില്ല. RC ഒരു കോപ്പിയും കാണിച്ചു. പക്ഷേ ഇൻഷുറൻസും ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വണ്ടിയിലില്ല. അപ്പോൾ ഞാൻ കേസായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഡയറക്റ്റഡ് ദ ഡ്രൈവർ ടു പ്രൊഡ്യൂസ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വിതിൻ 7 days ബിഫോർ ദ അണ്ടർസൈൻഡ് എന്നൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്, ഒരു കൗതുകത്തിന് ഈ മാഡത്തിൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ടു. മാഡം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം ആ വളവിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനെ സൂചിപ്പിക്കുമെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഈ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ അത് റോഡ് കാണാനൊരു ഭംഗിക്കല്ലേ എന്നാണ് ചോദിച്ചത്. കേട്ടോ, അപ്പോൾ നെവർ ക്രോസ് നെവർ കട്ട് യെല്ലോ ലൈൻ എന്നുള്ള ചെറിയ നിയമം പോലും പഠിച്ചിട്ടുള്ള വണ്ടി ഓടിക്കുന്നുണ്ട്. ഇത് തന്നെ പലരും വഴിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് നിയമത്തിലുള്ള റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പലപ്പോഴും അറിയില്ല. അല്ലെങ്കിൽ സിലബസിൽ തന്നെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് സിലബസ് കണ്ടാൽ അത് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോയെന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്താണെന്നറിയില്ല. MSM പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ, അതറിയില്ല. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതറിയില്ല. പലരിടത്തും ഞാൻ റാൻഡമായിട്ട് ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോട് ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കും. അവർ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അവരിതെല്ലാം കണ്ടിട്ടാണോ പഠിച്ചിട്ടാണോ വരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പലർക്കും ഇതറിയില്ല. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളതറിയാതെ മെക്കാനിക്കലി വണ്ടി ഓടിക്കാൻ മാത്രം പഠിക്കുകയാണ്. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കാൻ അറിയുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, തിരിക്കുന്നു, അതൊക്കെ അറിയാം, അതെല്ലാവർക്കും അറിയാം. പല രാജ്യത്തും പാർക്കിങ്, പിന്നെ കയറ്റത്ത് വണ്ടി നിർത്തിയെടുക്കുക, റൗണ്ട് അബൌട്ടിൽ ഉപയോഗിക്കുക, അങ്ങനെയുള്ള പല അതൊക്കെ ഇവിടെയും അങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവിടെ പോപ്പുലേഷൻ ഭയങ്കരമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു മിനിമം 40 പേരെങ്കിലും വെച്ച് ഓരോ MPമാരും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യണമെന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിർത്തി അടുത്ത ആളെ ഓടിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇപ്പൊ ഇങ്ങനെ സിസ്റ്റം ഇത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പാസ്പോർട്ട് ഓഫീസൊക്കെ TCS കൊടുത്ത പോലെ ഇതൊക്കെ ഇങ്ങനെയുള്ള ടെസ്റ്റ് നടത്തുക എന്നുള്ള പരിപാടികളൊക്കെ അതെല്ലാം ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വിഭാവനമായിട്ട് വരുന്നുണ്ട്. അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ സമയമെടുക്കും എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ പല രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയമെടുക്കും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ എറണാകുളം RTOയുടെ കീഴിൽ എന്തൊക്കെ തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇതിപ്പോൾ എറണാകുളം RTO ഓഫീസിൽ ലേണേഴ്സിന് വരുമ്പോൾ തന്നെ അവരെ ഞങ്ങൾ ഒരു അവയർനെസ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. അതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അവരെ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ അവരോട് നിർദ്ദേശം കൊടുക്കുന്നു. അതനുസരിച്ച് അവർ വരുന്നു. അതിന് പാരലായിട്ട് വേറെ ആളുകളും വരുന്നുണ്ട്. പോലീസിൽ കേസെടുത്തിട്ട് FIR ഒക്കെ ഇട്ടിട്ട് ആക്സിഡൻറ്റ് കേസുകൾ, കറക്റ്റീവ് ട്രെയിനിങ് എന്നുള്ള രീതിയിലുള്ള ഒരു കേസ്, അത് ഞങ്ങളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള IDTR നടക്കുന്നുണ്ട്. പിന്നെ IDTRുമായിട്ട് സഹകരിച്ചുകൊണ്ട് SCMSൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ടീം ഓഫീസേഴ്സ് ഈ വഴിയിൽ ഹെൽമെറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന ആളുകളോടും കമ്പൽസറി ആയിട്ട് ഈ ക്ലാസ്സിലേക്ക് വരാൻ പറയും. കാരണം അവൻ്റെ മൈൻഡ് സെറ്റപ്പ് ഹെൽമെറ്റ് ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റപ്പിൽ നിന്നൊരു മാറ്റം അവനിലുണ്ടാകണം എന്നുള്ള രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് ഞാൻ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി ഓടിച്ചുകൊണ്ടൊരു പയ്യൻ വന്നു. ടൂ വീലർ സ്കൂട്ടർ, അതായത് 250 വാട്ട്സിന് മുകളിലുള്ളതിന് ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങളുടെ ചെക്കിങ്ങിൻ്റെ ഇടയിൽ ഇവർ നെഞ്ചും പിരിച്ചിങ്ങനെ വരും, എന്നെ പിടിക്കൂല, ബാക്കിയുള്ളവർക്ക് മതിയിലോ എനിക്ക് വേണ്ടല്ലോ എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവനെ തടഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുന്ന ഡയലോഗ് ഇതായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായ കാര്യം പറയട്ടെ. അപ്പോൾ അവൻ ഈ സാർ എന്താ ഇങ്ങനെ പറയണേ, ഈ സാർ എന്താ ഇങ്ങനെ പറയണേ എന്നുള്ള ചിന്തയായിരിക്കും. എന്നെ എന്തിനാ ഈ സാറ് തടഞ്ഞേ, എനിക്ക് ഹെൽമെറ്റ് വേണ്ടല്ലോ, എനിക്ക് ലൈസൻസ് വേണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ തടഞ്ഞ് എന്നുള്ള ചോദിക്കാനല്ലേ എന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അതേ സാറേ എന്ന് പറയും. അപ്പോൾ പിന്നെ അവരോട് പറയുന്നത്, കഴിഞ്ഞ 2 മാസം മുമ്പ് വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു ആക്സിഡൻറ്റ് കേസ് ഞാൻ കണ്ടതാണ്. ഒരു ഇലക്ട്രിക് വണ്ടിയായിരുന്നു. ഒരു 60-65 വയസ്സുള്ള ചേട്ടൻ വണ്ടി ഓടിച്ച് ഒരു വണ്ടിയിലിടിച്ച് താഴെ വീണ് തലപൊട്ടി ആൾ മരിച്ചു. ഇനി ഇതുപോലെ എണ്ണമുള്ള കേസുകൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു 65-70 വയസ്സുള്ള ആളുകൾ പലരും ഇപ്പോൾ ഹെൽമെറ്റ് വെക്കേണ്ടാത്ത വണ്ടികൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആ വണ്ടികൾ കൂടുതൽ വാങ്ങുകയാണ്. ഇലക്ട്രിക് വണ്ടികൾ ഒരുപാട് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ നമുക്കിപ്പോൾ കാണാം, ലൈസൻസ് വേണ്ടാത്ത വണ്ടികൾ. ഈ ഹെൽമെറ്റ് വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ പോലും ആൾക്കാർ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ പ്രഭാത സവാരിക്ക് എക്സസൈസിന് വേണ്ടിയിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്ന നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, അത് തല വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഹെൽമെറ്റ് വെച്ചിട്ട് ആ സൈക്കിൾ ഓടിക്കുള്ളൂ.
ഇവിടുത്തെ കാലം മോശമാണ്. അതെ. നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. പ്രത്യേകിച്ച് 2 വീലേഴ്സ് എന്ന് പറയുമ്പോൾ 2 ടയർ, ആ ടയർ ഇങ്ങനെ കറങ്ങി താഴെ മുട്ടുന്ന റോഡിൻ്റെ സർഫസിൽ ഒരു ലൈൻ ഓഫ് കോൺടാക്ട് ഫ്രണ്ടിലും ബാക്കിലും, അങ്ങനെ ഒരു ലൈൻ ഓഫ് കോൺടാക്റ്റ് ഉള്ളൂ. അതിനകത്തൊരു ചരൽ കയറിയാൽ മതി, വണ്ടി മറിയും. ഇവരുടെ കൺട്രോളൊന്നും നിൽക്കില്ല. അപ്പോൾ ആ രീതിയിൽ മറഞ്ഞാൽ പോലും എൻ്റെ തലയ്ക്കൊന്നും പറ്റരുത്, അതുകൊണ്ടാണ് ഹെൽമെറ്റ് വയ്ക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഈ പയ്യനോട് ചോദിക്കും, അവൻ നല്ല അടിപൊളി ചെരുപ്പായിരിക്കും ഇട്ടുണ്ടാവുക, അപ്പോൾ ഈ ചെരുപ്പ് എന്തിനായിട്ടങ്ങനെ ചോദിക്കും. അത് സാറേ എൻ്റെ കാല് താഴെ മുട്ടിക്കഴിഞ്ഞാൽ കാലിൽ മുള്ള് അല്ലെങ്കിൽ കല്ലുള്ള അടിക്കാൻ വേണ്ടിയിട്ട്. എടാ അപ്പം നിൻ്റെ കാലിനേക്കാളും ചെറുതാണോ തല എന്ന് ചോദിക്കും. തലയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ വന്നേക്കണേ, പക്ഷേ കാലിൽ നല്ല ചെരുപ്പിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ എനിക്ക് നേരത്തെ ചോദിച്ചു പോയ ഒരാൾ പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് ഞാൻ കണ്ടു. അതൊരു സൈക്കോളജിയാണ്. കാരണം അവൻ എപ്പോഴും ചിന്തിക്കുന്നത് അവൻ്റെ സേഫ്റ്റി അല്ല, എനിക്ക് പ്രശ്നമില്ല, പോലീസ് പിടിക്കില്ല എന്നുള്ള കൺസെപ്റ്റിൽ ഓടിച്ചു പോകുന്ന ആൾക്കാർക്കാണ് ഈ വിഷയം ഉണ്ടാവുന്നത് തന്നെ കൂടുതൽ. നിങ്ങൾ ഈ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ലൈക്ക് എൻഫോഴ്സ്മെന്റിലാണല്ലോ, അപ്പം എൻഫോഴ്സ്മെന്റ് ആകുമ്പോഴത്തേക്കിനും നിങ്ങൾ ഈ അപകടങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും അത് സ്പോട്ടിലൊക്കെ പോകേണ്ട അവസ്ഥകളൊക്കെ വരാറില്ലേ? അതായത് ആക്സിഡന്റ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പോൾ പോലീസ് അത് വന്നതിന് ശേഷം സിറ്റുവേഷൻസ് ഒക്കെ നോക്കി എല്ലാം കണ്ടുപിടിക്കണം. കോസ് അതുപോലെ FIR ഇട്ട് അതിൻ്റെ മാസ്റ്ററൊക്കെ എഴുതി അതിനുശേഷം ഐറാഡ് എന്ന് പറഞ്ഞൊരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിപ്പോൾ ഓൾ ഇന്ത്യ ബേസിലുള്ളൊരു സിംഗിൾ സോഫ്റ്റ്വെയർ ആണ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഡെവലപ്പ് ചെയ്തേക്കണേ. അതിനകത്ത് പോലീസിൻ്റെ ഡാറ്റ എൻട്രി നടക്കും ആദ്യം. അതിനുശേഷം ഓൺലൈനിൽ തന്നെ RTOയിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ RTOയ്ക്ക് വേറെ മൊഡ്യൂളുണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ RTO ഓഫീസർ പോയിട്ട് വണ്ടിയുടെ ഡാമേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി സിറ്റുവേഷൻസൊക്കെ എന്തെങ്കിലും റെമഡി ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് റിമാർക്കായിട്ട് എഴുതിയിട്ട് അവരും അത് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു മൊഡ്യൂൾ വേറെ ഉണ്ട്. അപ്പം നേരത്തെ ഉള്ളതിനൊക്കെ അപേക്ഷിച്ച് ഇൻ്റഗ്രേറ്റഡ് ആയിക്കണം കംപ്ലീറ്റ്. മറ്റങ്ങനെ ആയിരുന്നില്ല. പോലീസിൻ്റെ ഒരു FIR അത് വേറെ, RTOയുടെ വേറെ, എല്ലാം ഫയലാക്കി ഇങ്ങനെ ഒരു പേപ്പർ ബണ്ടിലാക്കിയിട്ടായിരിക്കും ഒരു കേസ് പോകുന്നത്. ഇപ്പം എല്ലാം ഒരു സിംഗിൾ വെബ്സൈറ്റിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതൊരു നല്ല തുടക്കമാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ ഈ ചലാൻ എന്ന് പറയുന്ന സംഭവം അതുപോലെ തന്നെയാണ്. അതായത് ഒരു വണ്ടി, ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഇരിക്കുമ്പോഴാണ് ഒരു ഗുഡ്സ് വണ്ടി ഒരു ആക്സിഡൻറ്റ് കേസിൽ പെട്ടിട്ട് ഒരാൾ മരിച്ചൊരു കേസാണ് ഞാൻ പോയി നോക്കാൻ പോയതാണ്. അപ്പോൾ ആ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ഓൺലൈനിൽ അടിച്ചു നോക്കിയപ്പോൾ ഓൾറെഡി സസ്പെൻഡഡ് അറ്റ് ഊത്തക്കമണ്ഡലം RTO എന്നും പറഞ്ഞിട്ട് റിമാർക്ക് കണ്ടിരിക്കുക. കണ്ടോ? അപ്പോൾ അവിടെ ചെയ്തത് നമ്മൾ പണ്ട് അറിയണ്ടായില്ല. ഇപ്പോൾ എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് എവിടെ ഒരു ആക്ഷൻ എടുത്താൽ അത് വേറെ സ്ഥലത്ത് അറിയാൻ പറ്റുന്നു എന്നുള്ളൊരു സംഭവം കൂടി ഈ ലൈസൻസിൽ. ഇപ്പോൾ പത്തനംതിട്ട RTO ഇഷ്യൂ ചെയ്ത എൻ്റെ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡൽഹി RTOയ്ക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അവരുടെ ഡാറ്റയിൽ കിട്ടും. ഇപ്പോൾ മഹാരാഷ്ട്ര വണ്ടി, കർണാടക വണ്ടി, അല്ലെങ്കിൽ ഡൽഹി വണ്ടി, ഹരിയാന വണ്ടി എല്ലാം ഇവിടെ വരുന്നുണ്ടല്ലോ. നമ്മളിവിടെ ഓൺലൈനിൽ നോക്കി അതിൻ്റെ ഡാറ്റ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫൈൻ ഇടാം, എന്തെങ്കിലും ആക്ഷൻ എടുക്കണേ ചെയ്യാം. പിന്നെ RC സസ്പെൻഷൻ അങ്ങനെയുള്ളതൊക്കെ മദർ RTOയിലേക്ക് നമ്മൾ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവർ ചെയ്യും. ആ രീതിയിലേക്കാണ് അത് പോകുന്നത്. എന്നാലും മതിയല്ലോ. എന്നാലും ഇവിടുത്തെ ഒരു ക്രൈം ഉണ്ടെങ്കിൽ ആ ക്രൈം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് കറക്റ്റായിട്ട് ഓൺലൈനിൽ തന്നെ അവർക്ക് കിട്ടുകയാണ്. ആ രീതിയിലേക്കാണ് അത് പോകുന്നത്. ഇപ്പം പിന്നെ എല്ലാം ഫോട്ടോ എടുക്കലാണ് കൂടുതൽ പരിപാടികളാണ്. ഇപ്പം നമ്മളൊരു നോ പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് പോയാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് പോയാൽ ചിലപ്പോൾ അവരറിയില്ല. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് വരും. അപ്പോൾ എല്ലാവരോടുള്ളൊരു നിർദ്ദേശമായിട്ടാണ് ശരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ മാർച്ചിൽ തന്നെ എല്ലായിടത്തും പറഞ്ഞു, ആധാർ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ RCയിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ പറവൂർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടാറ്റ എയ്സുകാരൻ കയറി എൻ്റെ അടുത്ത് നിന്ന്, സാറേ എൻ്റെ മൊബൈലിലേക്ക് ഒരുപാട് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് സാറേ, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പുള്ളി അത്ര വിദ്യാഭ്യാസം കുറവുള്ളൊരു ആളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൊബൈൽ മേടിച്ചിട്ട് ഇങ്ങനെ എത്ര മെസ്സേജുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ എനിക്ക് എല്ലാ വാഹൻ സൈറ്റുകളിൽ നിന്ന് ഇങ്ങനെ വന്നേക്കുന്ന മെസ്സേജുകളാണ്. എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ ഏതാണ്ട് 9,500 രൂപ ഫൈനുണ്ട്. എന്താണെന്നുള്ളതിൻ്റെ പടം നോക്കിയപ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ടാറ്റ ഈസ വണ്ടി കണ്ടോ എന്ന് പറയുന്ന പോലെയാണ്. ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടും കൂടി ഇത് നോക്കി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായില്ല. മനസ്സിലായി. ഇതുപോലെ തന്നെ പാലക്കാട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു നെന്മാറയിലൊരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ കോയമ്പത്തൂരുകാരനായിരുന്നു. രാവിലെ കുറച്ച് വൈകിയേ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഭയങ്കര സ്പീഡിൽ വളരെ കൂടി പാലക്കാട് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും വൈകുമല്ലോ, നല്ല സ്പീഡിൽ തിരിച്ചു വരുന്നു. അന്ന് ഓവർ സ്പീഡ് ക്യാമറയൊക്കെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയമായിരുന്നു ആ സമയത്ത്. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 1,00,000 രൂപ ഫൈൻ ചെന്നു പുള്ളി. ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ഓവർ സ്പീഡാണ്. അപ്പോൾ അത് ആദ്യം ഞാൻ ഡോക്ടർ ഒന്ന് പറയുന്നത് വെച്ചാൽ, സാറേ ഇത് ഒരു പ്രാവശ്യം വന്നപ്പോഴെങ്കിലും ഞാനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നോക്കി പോയാനെ. അത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്.
അപ്പോൾ എല്ലാവരും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ എന്തെങ്കിലും പറ്റിയുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഫോണിൽ മെസ്സേജ് വരുന്നതായിരിക്കും. ഈ നോ പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ആ ബിൽഡിങ്ങിന് പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് നൽകണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ബിൽഡിംഗ് നിർമ്മിക്കുന്ന ആൾക്കാരും ഇത് പാലിക്കപ്പെടുന്നു എന്നുള്ള ഉത്തരവാദിത്തം ഇതിന് ലൈസൻസ് കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല സ്ഥലത്തും ഇതൊന്നും നോക്കുന്നില്ല. ലൈക്ക് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി റോഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു 4 വരി റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2 വരി, അതായത് 2 വരി പാർക്കിംഗ് ആണ്. ഇപ്പം നിങ്ങൾ കലൂര് മുതൽ കത്തർക്കടവ് വരെ, അല്ല കലൂര് മുതൽ കടുവന്ത്ര വരെ പോവാം, 4 വരി റോഡാ. പക്ഷേ ഒരു വരി കൂടെ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒരു വരി കംപ്ലീറ്റ് പാർക്കിംഗ് ആയിരിക്കും. നമുക്ക് ലൈക്ക് ലെഫ്റ്റിലും റൈറ്റിലും 2 ട്രാക്കിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലൈക്ക് ഇത് ഇങ്ങനെയാണ് സിസ്റ്റം. അതിൽ തന്നെ ചില സ്ഥലത്ത് നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടാവാം, ചില സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല. ഈ നോ പാർക്കിംഗ് ബോർഡ് ഉള്ള സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്യില്ല. ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ബോർഡ് എവിടെയും വെക്കത്തുമില്ല. അപ്പൊ ഈ ശരിക്കും നോ പാർക്കിംഗ് ബോർഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഒഫൻസീവ് ആയിട്ടുള്ള പാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടാറുണ്ട്. ലൈക്ക് ബ്ലോക്ക് ആക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് എന്താ പറയാ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ യൂ ടേൺ എടുക്കുന്ന സ്ഥലത്ത്, മീഡിയന്റെ സ്ഥലത്ത് ഒക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊടുക്കാറുണ്ട്. ശരിക്കും പാർക്കിംഗ് എന്ന് പറഞ്ഞ ബോർഡ് ഇല്ലാത്ത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്താൽ ഒഫൻസീവ് അല്ലെങ്കിൽ കുറ്റമാണോ? അതായത് നിലവിൽ ഈ ഹൈവേയുടെ സൈഡിൽ ഇപ്പോൾ 4 ലൈൻ റോഡുകളൊക്കെയാണ് ഹൈവേയുടെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് റൂളുള്ളത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഒരുപാട് വണ്ടികളുടെ എണ്ണം കൂടി. പ്രത്യേകിച്ച് കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 25 ലക്ഷത്തിൻ്റെ അടുത്ത് വണ്ടിയുണ്ട് കൊച്ചിയിൽ. വണ്ടികളുടെ എണ്ണം ഞാൻ പറയുന്നത്. എറണാകുളം RTO മാത്രം നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷത്തിലധികം വണ്ടികളുടെ എറണാകുളം RTO KL07 തന്നെ. ഇപ്പോൾ സുജിത്ത് തന്നെ വീട് വേറെ ഡിസ്ട്രിക്റ്റിലാണ്, പക്ഷേ KL7 വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലേ? അതുപോലെ എത്രയോ ആളുകൾ ഇപ്പോൾ കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് അറിയാമോ, സാറേ KL7 വണ്ടി കിട്ടാൻ എന്താ സാറേ ചെയ്യേണ്ടത്, എങ്ങനെ സാറേ ചെയ്യേണ്ടത്, അഡ്രസ്സ് ഇവിടെ കിട്ടിയാൽ. അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ഓഫീസ് എടുക്കും, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോകുന്ന വണ്ടികൾ. അതാണ് ഈ ഇത്രയും വണ്ടികൾ വന്നിരിക്കുന്നത്. 5 ലക്ഷത്തി സംതിങ് വണ്ടികളാണ് എറണാകുളം RTOയിൽ. 2ാം സ്ഥാനം സ്വാഭാവികമായും മൂവാറ്റുപുഴ RTOയിലാണ് വരേണ്ടത്. പക്ഷേ മൂവാറ്റുപുഴനെ കടത്തിവെട്ടി നോർത്ത് പറവൂരിലാണ് 2ാം സ്ഥാനം നിൽക്കുന്നത്. കാരണം ചെറിയ സബ് ഓഫീസാണ്. പക്ഷെ അവിടെ ഏരിയ നോക്കുകയാണെങ്കിൽ 2 താലൂക്ക് വരുന്നുണ്ട്. ഒന്ന് കൊച്ചി താലൂക്കിൻ്റെ വൈപ്പിൻകരയും പിന്നെ പറവൂർ താലൂക്ക് ഫുള്ളും. 2,75,000 വണ്ടികൾ നോർത്ത് പറവൂരിലുണ്ട്. അതേസമയം അങ്കമാലി നോക്കുകയാണെങ്കിൽ 1,26,000 അടുത്ത് വണ്ടിയുള്ളൂ. പക്ഷേ ഏരിയ നോക്കുകയാണെങ്കിൽ എറണാകുളം RTO ഓഫീസിനേക്കാളും വലിയ ഏരിയ അങ്കമാലി. അവിടെ കൂടുതലും കാടാണ്, മറ്റേ കാലടി പ്ലാന്റേഷൻ എന്നുള്ളത്. അപ്പോൾ ഏതാണ്ട് 20-25 ലക്ഷത്തോളം വണ്ടികൾ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രമുള്ളപ്പോൾ സ്വാഭാവികമായും ഈ വണ്ടികളൊക്കെ എടുത്ത ആൾക്കാർ റോഡിലിറങ്ങണം. റോഡിലിറങ്ങുമ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രേറ്റഡ് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് മൊബൈൽ ആപ്പിൽ അവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എറണാകുളം സിറ്റിയുടെ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ പാർക്കിംഗ് സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലുലു മാളിലേക്ക് എന്ത് ചെയ്യുമ്പോൾ ഇവിടെ ഡിജിറ്റൽ ബോർഡ് കാണിക്കും, പാർക്കിംഗ് സ്ലോട്ട് ഫ്രീ 4 എണ്ണം 5 എണ്ണം എന്ന് പറയുന്ന പോലെ. ഈ മൊബൈൽ ആപ്പിൽ ഇപ്പോൾ പാലാരിവട്ടത്തുള്ള പാർക്കിംഗ് ഒരു പ്ലേസ്, ഇനി പ്രൈവറ്റ് ആളുകളുടെ സ്ഥലമാണെങ്കിൽ കൂടിയും അത് പാർക്കിങ്ങിന് വേണ്ടി വിട്ടുതരാൻ ആ ഉടമ തയ്യാറാണെങ്കിൽ അതും ആ ഇൻ്റഗ്രേറ്റഡ് പാർക്കിങ്ങിൽ പാർക്കിംഗ് സ്ലോട്ടായിട്ട് മാറുന്നു. എത്ര കാർ, ഇപ്പോൾ 10 കാർ അവിടെ പാർക്ക് ചെയ്യും, 20 കാർ മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യും. അങ്ങനെ ഓരോ പാർക്കിംഗ് സ്ലോട്ടുകളുടെയും ഡീറ്റെയിൽസ് അതിനകത്ത് കാണിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ആ മൊബൈൽ ആപ്പ് പോയി കഴിഞ്ഞാൽ എത്ര പാർക്കിംഗ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അഡ്വാൻസ് ബുക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടും. അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ ഈ പാർക്കിംഗ് കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ഥലം ഉണ്ടെങ്കിൽ കൂടിയും ചിലർ പാർക്കിങ്ങിന് അനുവദിക്കാറില്ല. അപ്പോൾ കണ്ടെയ്നർ റോഡില്ലേ, അവിടെ നമ്മൾ ഇതുപോലെ വലിയ ലോറികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കമ്പനികളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു സ്പേസ് എടുത്തിട്ട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പാർക്കിങ്ങുകളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പാർക്കിംഗ് വെറുതെ പോയി പാർക്ക് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ധാരാളം റോഡ് സുരക്ഷാ ക്യാമ്പയിനുകൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. റോഡ് സുരക്ഷ എന്നാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത്. പക്ഷേ നിങ്ങൾ ലിറ്ററലി ചെയ്യുന്നത് വാഹനങ്ങളെ പറ്റിയാണ്. ഈ റോഡിന്റെ സുരക്ഷയെ പറ്റി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? അതായത് ഈ റോഡ് ഒരു ഫാക്ടർ ആണല്ലോ, വാഹനങ്ങളുടെ ഇത് മാത്രം ഫിറ്റ്നസ് മാത്രം നോക്കിയാൽ പോരല്ലോ. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾക്ക് MEDക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും? അതായത് നമ്മൾ ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസേഴ്സ് പോകുന്ന വഴിക്ക് ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ
ഞങ്ങളത് കറക്റ്റായിട്ട് PWD ആണെങ്കിൽ അല്ലെങ്കിൽ പൊതുമരാമത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലിമിറ്റിലുള്ളതാണെന്നുണ്ടെങ്കിൽ അവരത് ഇൻഫോം ചെയ്യാറുണ്ട്. റോഡ് സേഫ്റ്റി കൗൺസിൽ കൂടാറുണ്ട് ബഹുമാനപ്പെട്ട കളക്ടറുടെ അധ്യക്ഷതയിൽ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഈ അടുത്ത് വരുന്ന 16-ാം തീയതി ഒരു കൗൺസിൽ മീറ്റിംഗ് വരുന്നുണ്ട്. അതിനകത്തേക്ക് ഞങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള റോഡ് മോശമായ വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള അജണ്ടകളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ ആ മീറ്റിങ്ങിൽ നിർദ്ദേശം കൊടുക്കും അവർക്ക്. അപ്പോൾ PWD ഇത് ചെയ്യണം, മുനിസിപ്പാലിറ്റി ഇത് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ മിനിറ്റ്സിൻ്റെ അതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ചിലപ്പോൾ കേടായി പോകുന്ന, അപ്പോൾ ലൈറ്റൊക്കെ ബൾബൊക്കെ പോകുന്ന കേസുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാനായിട്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു ആപ്പ് വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയും റിപ്പോർട്ട് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഓഫീസേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ 1:17,000 എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഓഫീസേഴ്സ് എല്ലാ സ്ഥലത്തും പോയി നോക്കി മനസ്സിലാക്കാനുള്ള ഓഫീസേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാന പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ അല്ലെങ്കിൽ PWD ഓഫീസുകളൊക്കെ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചൊക്കെ എല്ലാം നന്നായി പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുള്ളൂ. അല്ലാതെ അവിടെ പൊളിഞ്ഞ് കിടന്നോട്ടെ എന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. അപകടം ഉണ്ടാവുന്ന സിറ്റുവേഷൻ, ഞങ്ങളിപ്പോൾ ഈ കണ്ടെയ്നർ റോഡിൽ കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ആ റോഡ് വരുന്ന വീതിയുള്ള വഴിയിൽ റോഡിൻ്റെ സൈഡിലുള്ള ലൈൻ ഇങ്ങനെ വരച്ച് പോകുന്നതിൻ്റെ അവിടെ മഞ്ഞുമ്മൽ പാലം എത്തുമ്പോൾ ഫുട്പാത്ത് പോലെ ഒരു ചെറിയ ഒരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്. ഒരു പ്രായമായ ഒരു ഡ്രൈവർ ചേട്ടൻ, ആക്ച്വലി ഡ്രൈവറല്ല പുള്ളി, പ്രായമായ ഒരു ചേട്ടൻ, പുള്ളി സ്വയം വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. വെളുപ്പിന് ഇങ്ങനെ ഓടിച്ചു പോകുന്ന വഴിക്ക് ഈ മീഡിയൻ കണ്ടില്ല. സെൻട്രൽ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഫുട്പാത്തുമായിട്ടുള്ളൊരു ഒരു പാർട്ടീഷനായിരുന്നു. അത് കണ്ടില്ല, നേരെ അതിലേക്ക് ഒന്ന് എടുത്തിട്ട് ആൾ മരിച്ചു. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് സ്റ്റഡ്സുകളും വണ്ടി വരുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ തന്നെ കാണാവുന്ന രീതിയിലേക്കുള്ള ഇതൊക്കെ വയ്ക്കാനായിട്ട് നിർദ്ദേശം നമ്മൾ കൊടുത്തു. അത് വരുന്നതിന് മുമ്പേ ഈ റോഡ് പണി ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെയും അത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. എല്ലാം ഒരു മേജർ ആക്സിഡൻറ്റ് നമ്മൾ നോക്കുമ്പോഴും എല്ലാം ഡ്രൈവറുടെ അനാസ്ഥയാണ് ഈ അപകട കാരണമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു, അത് ചിലപ്പോൾ ഓവർ സ്പീഡായിരിക്കാം, ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു. ഡ്രൈവറുടെ അനാസ്ഥയോടൊപ്പം അതേപോലെ പ്രാധാന്യം വരുന്നൊരു സംഭവമാണ് റോഡിന്റെ സുരക്ഷയും. അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ ലൈൻ എന്ന് പറയുന്ന തന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു 40% റോഡുകൾക്കും പ്രോപ്പറായിട്ടുള്ള ലൈൻ മാർക്കിങ്സും പിന്നെ റിഫ്ലക്ടേഴ്സും കാര്യങ്ങളും ഇല്ല. ഒരു മഴ സമയത്ത് രാത്രിയിൽ ഒരു ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ റിഫ്ലക്ടറാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് ഹില്ലി ഏരിയാസിലൊക്കെ, വളവും തിരിയുള്ള സ്ഥലങ്ങളിൽ അതുപോലും പല സ്ഥലത്തും ഇല്ല. ഉള്ളത് ചിലപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഞങ്ങളുടെ ഫിറ്റ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങളത് റെക്കമെൻഡ് ചെയ്യും. PWD, നാഷണൽ ഹൈവേ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അത് ശരിയാക്കാറുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ കേരളം കണ്ട ഏറ്റവും വലിയ റോഡ് അപകടം റിപ്പോർട്ട് ചെയ്തത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? അതായത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച റോഡ് ആക്സിഡൻറ്റ് ഇല്ല, അത് വടക്കാഞ്ചേരിയിൽ സ്കൂൾ കുട്ടികൾ പോയില്ലേ, മുളന്തുരുത്തിലെ ഒരു സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ ടൂർ പോയതാണ്. ആ ടൂർ പോയ വണ്ടി വടക്കാഞ്ചേരിയിൽ വെച്ചിട്ടാണ് അപകടത്തിൽപ്പെട്ട് 9 പേര് മരിച്ചത്. ഇനി കേരളത്തിലെ ഏറ്റവും സൂപ്പർ റോഡ്, ഇപ്പം നിലവിലുള്ള റോഡുകളിൽ ഏറ്റവും സൂപ്പർ റോഡ്, സുജിത്ത് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ലൈൻ മാർക്കിങ്, റിഫ്ലക്റ്റീവ് സ്റ്റഡ്സുകൾ, ഹൈ മാസ്റ്റ് ലൈറ്റ്, അതുപോലെ റോഡ് സൈൻ ബോർഡ്സ്, ബസ് ബേസ്, അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള റോഡ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തൃശ്ശൂർ, വടക്കാഞ്ചേരി, കുതിരാൻ വഴി പാലക്കാട് കൂടി വാളയാർ കൂടി കോയമ്പത്തൂർക്ക് പോകുന്ന റോഡാണ്. സംശയമില്ല. കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ ഒരാളെ കണ്ണ് കെട്ടി അവിടെ കൊണ്ടുപോയിട്ടിട്ട് കണ്ണ് തുറന്നു പോയി കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് പറയാം, അയ്യോ സിംഗപ്പൂരാണോ മലേഷ്യയാണോ വരെ ചോദിച്ചു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കുതിരാൻ്റെ തുരങ്കത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. എങ്കിൽ ആ റോഡിലാണ് ഏറ്റവും വലിയ അപകടം റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, റോഡ് സൂപ്പർ റോഡായപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ അപകടം റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, 9 പേര് മരിച്ചത്. അപ്പോൾ റോഡിൻ്റെ ശോചനീയാവസ്ഥയിലുപരി വേറെ എന്തോ ആണ് റോഡ് അപകടം ഉണ്ടാക്കണേന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ വില്ലൻ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ്. ശരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു 6 ലൈൻ ഹൈവേ യാഥാർത്ഥ്യമായി പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കിനും അപകടം കൂടാം.
അപകടം കൂടാമെന്നുള്ളത് ഉറപ്പാണ്. ആദ്യത്തെ സിറ്റുവേഷനിൽ ഇവർക്ക് ഓടിക്കാൻ ലൈൻ ചേഞ്ച് ചെയ്യാൻ പോലും പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ അപകടം കൂടും. പിന്നെ ഈ എൻട്രി എക്സിറ്റ് പോയിന്റുകളുണ്ടല്ലോ, എൻട്രി എക്സിറ്റ് ഇപ്പൊ തന്നെ നമുക്ക് കാണാം. എക്സിറ്റ് പോയിന്റിലൂടെ എൻട്രി ചെയ്യുന്നു, എൻട്രി പോയിന്റിലൂടെ എക്സിറ്റ് ചെയ്യുന്നു. അവിടെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനമാണ് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് ഇവിടെ ഈ എൻട്രി എക്സിറ്റ് പറഞ്ഞില്ലേ, ഒരു എൻട്രി പോയിന്റിലൂടെ എക്സിറ്റ് ചെയ്യും ചിലർ. അതെ, അതിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും കണ്ടുപിടിക്കുക എന്ന് പറയില്ലേ. ഒരു നോ എൻട്രി ബോർഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ നോ എൻട്രി ബോർഡിലേക്ക് ഫ്രണ്ടിൽ പോണ ഒരു കാറാണ് കയറി പോയി നോക്കി, പുറയിലുള്ള കാറുകൾ അവന് പോവാമെങ്കിൽ എനിക്ക് പോയാലെന്താ, അതാണ് അവരുടെ ചിന്ത. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ ഐലൻഡില്, കൊച്ചിയിലെ ഐലൻഡിൽ, വെല്ലിംഗ്ടൺ ഐലൻഡിൽ അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഒരു പയ്യൻ ഹെൽമെറ്റിലാണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ അവനെ തടഞ്ഞു നിർത്തി, നീ ഹെൽമെറ്റ് വെക്കേണ്ടതല്ലേ, ഹെൽമെറ്റ് ഹാൻഡിൽ ബാറിലുണ്ട് കേട്ടോ ആളുടെ. എന്നിട്ട് ഇങ്ങനെ കേസെടുത്ത് ലൈസൻസൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹെൽമെറ്റില്ലാതെ വേറൊരാൾ അപ്പുറത്തേക്കടെ പോയി. അപ്പോൾ അവൻ പറയാണ്, സാറേ ദേ പോണു ഹെൽമെറ്റില്ലാതെ, ദേ പോണു സാറേ ഹെൽമെറ്റില്ലാതെ, അതെന്താ സാറ് പിടിക്കാത്ത എന്നുള്ള ഒരു ചോദ്യമാണ് അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൻ്റെ ഒരു സൈക്കോളജി പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിൽ കറണ്ടുണ്ടോ, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കും. അവൻ്റെ കറണ്ടും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പറയും, ഓ സമാധാനം. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ റോഡിൽ പലപ്പോഴും ഉണ്ട്. അത് നമ്മൾ സ്വയം നന്നാവണം എന്നല്ല അവൻ ആഗ്രഹിക്കുന്നത്. എന്നെ പിടിക്കുകയാണെങ്കിൽ അവനെയും പിടിക്കണം, ആ ഒരു ചിന്തയിൽ പലരും വണ്ടി പിടിക്കുന്നുണ്ട്. ഇത് പലപ്പോൾ ഞാനായതുകൊണ്ട് വയലന്റ് ആയില്ല, വേറെ ഏതെങ്കിലും ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ വല്ല വയലന്റ് ആയി പോകും. അവൻ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുമ്പോഴേ സ്വാഭാവികമായും ഒരു ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ റോഡിലെ സംസ്കാരത്തിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ, അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, ഒറ്റ സെക്കൻഡാണ് നമ്മൾ അയാളെ റോഡിൽ കണ്ടിട്ടുള്ളൂ, ബദ്ധ ശത്രുക്കളായിട്ട് മാറിയിട്ട് അടിപിടി കത്തിക്കുത്ത് വരെ ഉണ്ടാവും റോഡിൽ, അല്ലേ? ഫ്രണ്ടിൽ പോയ വണ്ടി പെട്ടെന്നൊന്ന് ബ്രേക്ക് ചവിട്ടി, അല്ലെങ്കിൽ അവനൊന്ന് നമ്മളെ ഒന്ന് ഓടിക്കാൻ പറ്റാത്ത രീതിയിലൊന്ന് വളച്ചു പോയി. അപ്പോൾ നമ്മുടെ മുമ്പിൽ അവനെ പിടിക്കണം. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ട് അതുപോലെ തന്നെ. കാക്കനാട് സിഗ്നലിൽ ഞാൻ ലൈനിൽ കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു വാഗണാർ വണ്ടിയിൽ ഞാൻ ലൈനിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു കാറ് എന്നെ ഓവർടേക്ക് ചെയ്ത് നേരെ കയറുകയാണ്. അവിടെ ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ ആദ്യം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനിങ്ങനെ വളച്ചെടുത്ത് പോയപ്പോൾ ഫ്രണ്ടിൽ കിടന്നൊരു ടാക്സിയുടെ സൈഡിൽ കൂടെ കുറഞ്ഞു. അപ്പോൾ ടാക്സിക്കാരന് ദേഷ്യമായി, എൻ്റെ വണ്ടീനെ വരച്ചിട്ടാണോ പോകണമെന്നുള്ളത്. അവനും നേരെ അവൻ്റെ പുറകെടുത്ത് പോയിട്ട് സിഗ്നൽ കഴിഞ്ഞിട്ട് അവർ തമ്മിൽ വട്ടം വെച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് പതുക്കെ ക്യൂവിൽ തന്നെ പോയി നേരെ വളഞ്ഞ് അവരുടെ മുമ്പിൽ പോയി പാർക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് ഇവർ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തർക്കാണ് രണ്ടുപേരും. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തെയും പിടിച്ച് റോഡ് സേഫ്റ്റി ക്ലാസ്സിലിട്ടു. അതിനുശേഷം വണ്ടിക്ക് നോക്കിയപ്പോൾ ചെറിയ പോറലേ ഉള്ളൂ. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് യൂണിഫോമിൽ തന്നെ ഇറങ്ങിപ്പോരുന്നൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ വയലൻ്റ് ആവും. അത് നമ്മൾ ഈ അടുത്തിടയ്ക്കൊക്കെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെയുള്ള റോഡ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും റോഡിൽ ആ ഒരു സംസ്കാരം, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വണ്ടി മൂലമാണ് അപകടം ഉണ്ടായെങ്കിൽ അവൻ്റെ അടുത്ത് എനിക്കൊരു സോറി പറയാറുണ്ട്, അല്ലേ, സോറി എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, സംഭവം തീർന്നു, അതോടെ ആ പ്രശ്നം തീരാണ്. പക്ഷേ ഇതങ്ങനെയല്ല, എൻ്റെ കുറ്റമാണെങ്കിലും ഞാനത് മറച്ചു വെച്ചിട്ട് അവൻ്റെ മേലിൽ ചാർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ നടക്കുന്നത്. ശരിക്കും വണ്ടിക്ക് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ തട്ടുമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അല്ലേ? ഇത് അതിന് ശരിക്കും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു എഫ്ഐആർ പോലും വേണ്ട, ഒരു GD എൻട്രി മതി, ഒരു GD എൻട്രി ആണെങ്കിലും മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ മതിലേൽ ഒറിഞ്ഞു എന്ന് പറഞ്ഞാലും അവര് റെഡിയാക്കി തരും കുറെ സംഭവങ്ങൾ. കറക്റ്റ് ഒരു GD എൻട്രി പോലീസിൽ റിപ്പോർട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഒരു GD എൻട്രി എടുത്തിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് എടുക്കാവുന്ന കേസേ ഉള്ളൂ. ഒരു 1000 രൂപ 2000 രൂപ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ മാക്സിമം ഒരു 1000 രൂപ ആയിരിക്കും മേജർ ഡാമേജ് ആണെങ്കിൽ പോലും പോകുള്ളൂ. മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഹെവി ആയിട്ട് പിന്നെ ഇൻഷുറൻസ് കൂടുതൽ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ അവിടെ ഇപ്പോൾ യൂട്ടേൺ എടുത്ത് വരണം. അപ്പൊ ഈ യൂട്ടേൺ എടുക്കാൻ ഭയങ്കര പാടാ. നമ്മളെടുക്കാൻ പോയാൽ ആരും നിർത്തി തരത്തുമില്ല. നമ്മളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആരെങ്കിലും യൂട്ടേൺ എടുക്കാൻ പോയാൽ നമ്മൾ നിർത്തി കൊടുക്കൂലല്ലോ, നമ്മളങ്ങനാണല്ലോ പോയതാ, നമ്മളാണല്ലോ ഫസ്റ്റ് എല്ലാം. അപ്പൊ അബിയാണ് ഓടിക്കുന്നത്. നമ്മൾ യൂട്ടേൺ എടുക്കാൻ നേരം ഭയങ്കര തിരക്കാണ്, ഒരു വണ്ടി നിർത്തി തന്നില്ല. അപ്പം ഇവന് എടുക്കുന്ന സമയത്ത് വേറൊരു വണ്ടിയുടെ ബാക്ക് സൈഡിൽ പോയി ചെറുതായിട്ട് ഒരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സൈഡിലോട്ട് മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തി. അബി ഇറങ്ങിപ്പോയി, അവര് ഇറങ്ങി വന്നു. എന്നിട്ട് നോക്കി സംസാരിച്ചു, എന്തെങ്കിലും ഉണ്ടോ, എന്താ ചെയ്യാ പറഞ്ഞു. ധ്യാന മുട്ടി തട്ടിപ്പോയി, സോറി ഓക്കെ അവര് പോയി അല്ലേ, അത്രേ ഉള്ളൂ. സോറി പറഞ്ഞാൽ തീർന്നേ ഉള്ളൂ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു TSP എന്ന് പറഞ്ഞൊരു സംസ്കാരം
താങ്ക്സ്, സോറി, പ്ലീസ്. അതിപ്പോൾ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾ പറയുന്നുണ്ട്. ബേസിക് സിവിക് സെൻസ്. താങ്ക്സ്. നമുക്ക് നമ്മളെ പ്രതിസന്ധി ഘട്ടം റോഡിലുണ്ടായപ്പോൾ വേറൊരുത്തൻ നമ്മളെ സഹായിച്ചു എന്ന് വിചാരിക്കുക, അവനോടൊരു താങ്ക് യു പറയുക. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറ്റം കൊണ്ടാണ് ആ സംഭവം നടന്നെങ്കിൽ നമ്മളൊരു സോറി പറയുക. അല്ലെങ്കിൽ എന്നെ ഒന്ന് അനുവദിക്കൂ എന്നുള്ള രീതിയിലൊരു പ്ലീസ് പറയുക. ഈ 3 കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ പോലെ തന്നെ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നെ അനുവദിക്കുമ്പോൾ നമ്മൾ ലൈറ്റ് അടിച്ച് കാണിക്കുമല്ലോ, ഇല്ലേ? എന്നെ അനുവദിക്കും. പുറത്തൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാം, ലൈക്ക് UK ഞാൻ ഭയങ്കര കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഒരാൾ നിർത്തി തന്നു, എതിരെ വരുന്ന ഒരാൾ നിർത്തി തന്നു, ഇല്ലെങ്കിൽ നമ്മൾ ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറാൻ വേണ്ടി ഇതിലെ ഒരാൾ നിർത്തി തന്നു. സ്വാഭാവികമായിട്ട് ഇവർ കൈ പൊക്കി താങ്ക് യു എന്ന് പറയും, അവനത് അക്നോളജും ചെയ്യും. ഇവൻ താങ്ക് യു പറഞ്ഞില്ല, അവൻ ഹോൺ അടിക്കും. ഹോൺ അടിച്ചാൽ തെറിവിളിയാണല്ലോ അവിടെ. താങ്ക് യു പറഞ്ഞില്ല എന്ന് തെറിയും വിളിക്കും. അങ്ങനെയാണ് നമ്മളെ അത്. അവര് അവിടെ ഞാന് ഒരു 35 ദിവസം ഒരു ക്യാമ്പർ വാൻ, ഒരു മോട്ടോർ ഹോം ഓടിച്ച് UK കംപ്ലീറ്റ് UK അയർലൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ UK പോയിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. നമുക്ക് നമ്മുടെ ലൈസൻസ് ഉപയോഗിച്ചിട്ട് ഇന്റർനാഷണൽ അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവിടെ 6 മാസം വരെ ഓടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഡേ ഈ വണ്ടി റെന്റിന് എടുത്തിട്ട് ഒരു 120 കിലോമീറ്റർ ലണ്ടൻ ഔട്ട്സ്കേർട്സിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഈ വണ്ടി ഓടിച്ചോണ്ട് പോകും. അത്യാവശ്യം വലിയ വണ്ടിയാണ്, നമ്മുടെ ടെമ്പോ ട്രാവലറിന്റെ വലിപ്പമുണ്ട്. അപ്പൊ എനിക്കത് ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എനിക്കത് അവിടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ആ നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചറിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ ചെറിയ റോഡിൽ കൂടെ, വലിയ ഹൈവേ കൂടെ ഒക്കെ. പിന്നെ നമ്മളിവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ലോകത്ത് എവിടെ പോയാലും വണ്ടി ഓടിക്കാൻ പറ്റുന്നാണല്ലോ പറയുന്നത്, അല്ലേ? പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കൊട്ട് പറ്റത്തില്ല. അവർ മാറി വെക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അമേരിക്കയിലൊക്കെ ഉള്ള കുറച്ച് പേര് അവർ ഇവിടെ വന്നപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുക, പഴയ ലൈസൻസൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. വേണ്ട, എന്തെങ്കിലും ഒരു അപകടം പറ്റാൻ ചാൻസ് കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മുടെ കൾച്ചറൊന്ന് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എപ്പോഴും നമ്മൾ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്ന ഒരു രീതിക്കാണ് വരേണ്ടത്. ഈ റോഡിൽ നടക്കുന്നത് ഒരു പ്രശ്നം കേട്ടോ നമ്മുടെ നാട്ടിൽ. നമുക്കിപ്പോൾ റോഡിൽ 2 സൈഡിൽ ഏത് സൈഡിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്? നോർമലി നമ്മൾ നടക്കേണ്ടത് റോഡിന്റെ വലതുവശത്തൂടെയാണ്. പക്ഷെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്തി നോക്കി, ഒരുപാട് പേര് റോഡിന്റെ ഇടതുവശത്തൂടെ നടക്കണം ഇപ്പോഴും. അത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ പേരൻസും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സമയമായി. അപ്പോൾ റോഡിൽ 2 സൈഡുണ്ട്, ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. നമ്മൾ നോർമലി 2 സൈഡിൽ കൂടെ നടക്കാറുണ്ട്, അല്ലേ? ഇവിടുത്തെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കണം, അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മളത് ഒന്നും കൂടി വിലയിരുത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ സുഹിത്ത് പറഞ്ഞ പോലെ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് നടക്കുന്നതാണ് നല്ലത്. ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ സ്വാഭാവികമായും വണ്ടികൾ നമ്മുടെ പുറകെ വരും. അവർ വണ്ടികൾക്ക് കീപ്പ് ലെഫ്റ്റാണ്. അപ്പോൾ വണ്ടി പുറകെ വരുന്ന വണ്ടിക്ക് കൺട്രോൾ ഇല്ലാണ്ടാ വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തും റോഡ് ആക്സിഡൻറ്റ് പെഡസ്ട്രിയൻസിനെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള നടത്താണ്. അതിന് പകരം റൈറ്റ് സൈഡിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും ഇങ്ങനെ വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത് നമ്മുടെ മുമ്പിലൂടെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി കൺട്രോൾ പോയിട്ടാണ് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ കാണില്ലല്ലോ, നേരല്ലേ കാണുന്നത്. അല്ല, നമ്മൾ മൊബൈലിൽ കുത്തിയല്ലേ നടക്കുള്ളൂ. അത് കാലം മാറിയില്ലേ? അത് ശരിയാ. ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈലില് നടക്കുള്ളൂ. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം കാക്കനാട് ഏരിയയിൽ ഇൻഫോ പാർക്ക് റോഡിൽ മിക്കവാറും പിള്ളേരും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മൊബൈലിൽ കുത്തി നടക്കണേ. എല്ലാത്തിനെയും പിടിച്ച് ക്ലാസ്സിലിട്ടുണ്ട്. റോഡ് സുരക്ഷയുടെ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കുമെന്നല്ല, അവർ റോഡിൽ കിടക്കായിരുന്നു. അവർ മൊബൈലിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി വാട്സാപ്പൊക്കെ കളിച്ചുകൊണ്ട് അങ്ങനെ നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പൊക്കെ ഉണ്ടല്ലോ, വാങ്ങി പോകാമെന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പിലാക്കിയിട്ട് നേരെ അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു അലക്ഷ്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഡ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വൈപ്പിൻ ഞാറക്കൽ റൂട്ടുണ്ടല്ലോ, എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകുന്ന ഹൈക്കോർട്ട് കഴിഞ്ഞിട്ടുള്ള ആ റൂട്ടിൽ പോലീസ് കേസെടുക്കുന്ന 100 കേസിൽ ഒരു 60-70 കേസിലും പെഡസ്ട്രിയൻസാണ്. അപകടം പറ്റുന്നത് കൂടുതലും പെഡസ്ട്രിയൻസിനാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ദുബായിലൊക്കെ പോയിട്ട് സിഗ്നൽ ഇല്ലാത്തടത്തുകൂടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് പെഡസ്ട്രിയൻസിന് ഫൈൻ കിട്ടും. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് പെഡസ്ട്രിയൻസിന് ഫൈൻ ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടോ? അതിപ്പോൾ ആയിട്ടില്ല. അത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടാൻ പോകുന്ന അതിനായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വണ്ടികൾക്കോ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് ഫൈൻ കൊടുക്കുന്നത്. റോഡിലൂടെ നടക്കുന്നവർക്ക് ഫൈൻ ഉള്ള സ്കോപ്പ് ഇപ്പോൾ ഞങ്ങൾക്ക് ആയിട്ടില്ല. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അവർക്കൊരു ക്ലാസ്സിൽ വിടും. നിങ്ങളൊരു ക്ലാസ് ഇരിക്കണം, നിങ്ങൾക്കൊരു ക്ലാസ്സിൻ്റെ കുറവുണ്ട്, റോഡിലൂടെ നിങ്ങൾ മൊബൈലിൽ സംസാരിച്ചാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അതൊരു പോസിറ്റീവ് സെൻസായിട്ട് എടുത്താൽ മതി. അല്ലാതെ നമ്മൾ അവരെ നിർബന്ധിച്ച് അവരെ എന്താ പറയുക ഒരു പണിഷ്മെൻറ്റ് പോലെ കൊടുക്കുന്നതല്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അവരുടെ ഫീഡ്ബാക്ക് വരുമ്പോഴും
നല്ല ക്ലാസ് വന്ന് നന്നായി, കാരണം ഞാൻ ചെയ്തതൊക്കെ വളരെ മോശത്തരമായിരുന്നു എന്നുള്ളത് പിന്നീട് അവർ മനസ്സിലാക്കിയ ആളുകൾ ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ റോഡിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. സാറിൻ്റെ ഈ കഴിഞ്ഞ 19 വർഷത്തെ എക്സ്പീരിയൻസിനാണെങ്കിൽ സാർ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്തായിരുന്നു? അത് റോഡ് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിത്തിങ്. അതായത് റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റുകൾ ഞങ്ങൾ അത് അന്വേഷിക്കാനായിട്ട് ചെല്ലുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു നിസ്സാര കാര്യമായിരിക്കും ചിലപ്പോൾ. ആ ഒരു നിസ്സാര കാര്യത്തിലായിരിക്കാം ഒരാളുടെ ജീവൻ പോണത്. അപ്പോൾ അത് അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ കളയാതെ നമുക്ക് എടുക്കാമായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ഉണ്ടായ ആ കലങ്കിലിടിച്ച കേസ് തന്നെ, ആ പാലത്തിൽ, അത് നേരെ നോക്കിയാൽ പാലം കാണാവുന്നതാണ്. പക്ഷേ ഒരു സെക്കൻഡ് ശ്രദ്ധ മാറിപ്പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പാലം മിസ്സായിപ്പോയത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒരു സെക്കൻഡ് 60 കിലോമീറ്ററിൽ പോണൊരു വണ്ടി ഒരു സെക്കൻഡ് നമ്മുടെ നോട്ടം മാറ്റി കഴിഞ്ഞാൽ വണ്ടി 16.66 മീറ്റർ പോയിണ്ടാവും. അത് മാത്തമാറ്റിക്സാണ്. അതായത് 60 km/h സ്പീഡിൽ പോകുന്നൊരു വണ്ടി ഒരു സെക്കൻഡ് നമ്മൾ നോട്ടം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വണ്ടി നമ്മൾ കാണാത്ത ഒരു 16.66 മീറ്റർ പോയിട്ടുണ്ട്. ഈ സെയിം സിറ്റുവേഷൻ എനിക്ക് തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പോ ട്രാവലറുകാരൻ, അവൻ ഈ പറയുന്ന പോലെ ഒരു 60 km സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാണ്. ടെമ്പോ ട്രാവലറിൽ പാസഞ്ചേഴ്സ് ഉണ്ട്. ആ പോകുന്ന വഴിക്ക് തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവന് പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഒന്ന് റിങ് ചെയ്യാണ്. ഓട്ടത്തിൽ തന്നെ ഇവൻ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി, വേണ്ട എടുക്കണ്ട, എനിക്ക് ആവശ്യമില്ലാത്തൊരു കോളാണ് എന്നും പറഞ്ഞ് അവൻ തിരിച്ച് പോക്കറ്റിലേക്ക് ഇട്ടു. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് നേരെ മൊബൈലിലേക്കാണ് വരുന്നത്. അപ്പോൾ റോഡിലുള്ള ശ്രദ്ധ പോയി. പിന്നെ ഇട്ടു. എത്ര സെക്കൻഡ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2 സെക്കൻഡെങ്കിലും മിനിമം വേണ്ടേ? ഒന്ന് എടുക്കാനൊരു സെക്കൻഡ്, ഇടാനൊരു സെക്കൻഡ് എന്നുള്ള രീതിയിൽ 2 സെക്കൻഡ് സമയം പോകും. അപ്പോഴത്തേക്കും വണ്ടി 60 km സ്പീഡിൽ പോയ വണ്ടി 16.66 ഇരട്ടി പോയി. 33 മീറ്റർ അങ്ങോട്ട് പോയി വണ്ടി. ആ സമയത്ത് ഇവനെന്ത് പറ്റിയെന്ന് അറിയാമോ? ഇവൻ ഫോൺ ഇട്ട വഴി പോക്കറ്റിലേക്ക് പോയില്ല, താഴത്തേക്ക് പോയി. പോക്കറ്റിൽ പോകാതെ ഫോൺ താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഫോൺ പോക്കറ്റിലേക്ക് എടുക്കുമ്പോൾ താഴത്തേക്ക് പോയാൽ പെട്ടെന്ന് ചാടി കയറി പിടിക്കാൻ നോക്കൂലേ എന്ന് പറഞ്ഞാൽ ഇവൻ ചാടി കയറി പിടിക്കാൻ നോക്കിയപ്പോൾ വണ്ടി ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി. നേരെ എന്നൊരു പോസ്റ്റിലടിച്ച് 4 പേര് മരിച്ചു വണ്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. നിസ്സാരമായ ഒരു അശ്രദ്ധയല്ലേ? അപ്പോൾ ഇതുപോലുള്ള അശ്രദ്ധകൾ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഡ്രൈവിങ്ങിലൊരു കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ വേണമെന്നുള്ളതാണ്. ഈ കുട്ടികളുടെ കേസും അത് തന്നെ കാര്യം. ഈ കുട്ടി നമ്മൾ ഏറ്റവും നല്ല സൂപ്പർ റോഡാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ വടക്കാഞ്ചേരി. ഈ അപകടം ഉണ്ടാവാനുള്ള കാരണം എന്താ? അന്ന് ഒരുപാട് പേര് പറഞ്ഞു ഓവർ സ്പീഡായിരുന്നു, 90-95 കിലോമീറ്ററിലെ സ്പീഡിലൊക്കെയാണ് വണ്ടി പോയത്, GPS റീഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിലുപരി ഈ സംഭവം നടക്കുമ്പോൾ ടൂർ പോയത് വണ്ടിയാണ്. കുട്ടികൾ വണ്ടിയുടെ ഉള്ളിൽ എന്തായിരിക്കും അഭ്യാസം? തുടങ്ങുന്ന മുതൽ വണ്ടിയുടെ ഉള്ളിൽ തുള്ളലും ബഹളമായിരുന്നു. അവരെ കുറ്റം പറയല്ല കേട്ടോ, അവരുടെ പ്രായം അതാണ്. അവരൊക്കെ സന്തോഷിച്ചാണ് ആ സമയത്ത് പോകുന്നത്. അപ്പോഴാണ് വണ്ടിയുടെ ഉള്ളിൽ ഡിസ്കോ ലൈറ്റ്, ഡാൻസിങ് ലൈറ്റ്, ഇങ്ങനെയുള്ള മൾട്ടി കളേർഡ് ലൈറ്റും ഹോൺ, സൗണ്ട്, ലേസർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ ഒരു DJ പാർട്ടി നടത്തുന്ന പ്രതീതിയാണ് ആ വണ്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ ഉള്ളിൽ പിള്ളേരിങ്ങനെ തുള്ളിച്ചാടുന്നതും ബഹളം വയ്ക്കുന്നതും ഒക്കെ ഈ ഡ്രൈവർ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനൊരു കലാകാരനും കൂടിയായിരുന്നു ഈ ഡ്രൈവർ. അപ്പോൾ ഇവൻ ഇടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ പുറോട്ട് ഇങ്ങനെ നോക്കും. അവിടെ കൊള്ളാം, ആ കുട്ടിയുടെ പാട്ട് കൊള്ളാം, ആ കുട്ടിയുടെ ഡാൻസ് കൊള്ളാം എന്നും പറഞ്ഞിട്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അങ്ങനെ ഏതോ ഒരു സമയത്ത് അവൻ പുറോട്ട് നോക്കിയിട്ട് തിരിച്ചു നോക്കിയപ്പോഴത്തേക്കും KSRTC ബസ് ബ്രേക്ക് ചവിട്ടി. ഇവന് ബ്രേക്ക് ചവിട്ടി നിർത്താനുള്ള സ്ഥലം കിട്ടിയില്ല. ഇതാണ് ആക്സിഡന്റ്. അപ്പോൾ അത് നമ്മുടെ ഡ്രൈവറുടെ ഒരു അശ്രദ്ധയാണ്. അതാ കറക്റ്റ് ഈ സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ പുറകിൽ തന്നെ വണ്ടി നിർത്താൻ ആവശ്യമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കണം. അത് ഓടിക്കാത്തതുകൊണ്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ റിയാക്ഷൻ, നമ്മൾ അവിടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ ടൈമും വരും, ബ്രേക്കിംഗ് ടൈമും വരും. ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസിൻ്റെ ടൈം വരുന്നത്. ഈ റിയാക്ഷൻ ടൈം തന്നെ 60 കിലോമീറ്റർ ആണെങ്കിൽ 16.66 മീറ്റർ വെറുതെയാണ് പോകും അല്ലേ? അതിനുശേഷം ബ്രേക്ക് ചെയ്യട്ടെ അപ്പം തന്നെ നിൽക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇത് പഠിപ്പിക്കുന്ന സമയത്ത്, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമോ? മാരുതിക്ക് 36 മീറ്റർ അല്ലെങ്കിൽ ഹുണ്ടായിക്ക് 40 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ പ്രാക്ടീസ് ആണ്. അപ്പോൾ പ്രാക്ടീസ് അൺഫോൾഡ്സ് മെനി സീക്രട്സ് ഓഫ് ദ പ്രോബ്ലംസ് എന്ന് പറയുന്ന പോലെയാണ്. അത് പ്രാക്ടീസിലേ കിട്ടുള്ളൂ. അപ്പോൾ പ്രോപ്പർ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ്
അപകടം ഉണ്ടാവും. ശരിക്കും ഇന്നത്തെ നിയമപ്രകാരം നമ്മുടെ നാട്ടിലെ 4 വരി റോഡിലെ നമ്മുടെ കാറുകൾക്കൊക്കെയുള്ള വേഗത എത്രയാണ്? അതിനൊരു ചാർട്ട് തന്നെ ഉണ്ട്. ആ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഇപ്പോഴും കൺഫ്യൂസിങ് അതാ ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതൊന്നും പ്രോപ്പറായിട്ട് പല സ്ഥലത്ത് റോഡിൽ എഴുതി വെച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് കൂട്ടി ഇടയ്ക്കൊന്ന് കുറച്ചു, അതെല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. അതെ, അതായത് കാറ്റഗറി മോട്ടോർ സൈക്കിളിന് ഇത്ര, കാറിന് ഇത്ര, ബസ്സിന് ഇത്ര, ലോറിക്ക് ഇത്ര, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചാർട്ടുകളുണ്ട്. ഈ ചാർട്ടുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണിത്. അതാണ് വിഷയം. ഇപ്പം 6 ലൈൻ ഹൈവേയില് കാറുകൾക്ക് എത്രയാണെന്ന് അറിയോ ഇപ്പോഴത്തെ? അല്ല, ഇപ്പോഴത്തെ 110 വരെ പോകാം എന്നുള്ള രീതിയിലാണ് ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്യാമറ നിങ്ങൾ വെക്കുമ്പോഴും ഈ ഓരോ വാഹനങ്ങളും സ്പെഷ്യലി ഡിറ്റക്ട് ചെയ്ത് അവൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യില്ലല്ലോ, അവൻ മാക്സിമം 110 വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെയാണ് ആദ്യം സെറ്റ് ചെയ്തത്. ഇപ്പൊ സ്പീഡ് ലിമിറ്റ് കൂട്ടിയപ്പോഴാണ് ഈ സ്പീഡിന്റെ ഒഫൻസുകൾ ഇത്തിരി കുറച്ച് നിൽക്കണത്. അതിന് 110 വരെ പോകാവുന്ന റോഡുകൾ വരെ ഉണ്ട്. അതിൽ 100, 90, 80 അങ്ങനെ ആ ഓരോ കാറ്റഗറി അനുസരിച്ച് കുറഞ്ഞു വരും. പക്ഷെ അതിൽ ബസ് 110 പോയാലും ക്യാമറ അടിക്കില്ല. ക്യാമറയ്ക്ക് അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ടായില്ല. പക്ഷെ ഇനി AI ക്യാമറയുടെ സ്വാധീനം കൂടി വരുമ്പോൾ സ്വാഭാവികമായും അത് വെഹിക്കിൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള രീതിയിലേക്കും കൂടി വെക്കാനുള്ള നടപടികൾ അത് പിന്നീട് വരുമായിരിക്കും. കാരണം അതല്ലാതെ പറ്റില്ല, അതിനൊരു സൊല്യൂഷൻ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതെ, വേറൊരു സംഭവം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടില് ഈ ടാക്സികൾക്ക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ശരിക്കും വളരെ എഫക്റ്റീവാണ്. ടാക്സികൾക്ക് നമ്മൾ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്, ഫിറ്റ്നസ് ഉണ്ട്, എല്ലാ വർഷവും കൃത്യമായിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ബസ്സുകളാണെങ്കിലും എല്ലാം അതിന്റെ ടയർ തേഞ്ഞാണോ അതാണോ എല്ലാ പരിപാടികളും നോക്കി ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇതെന്തുകൊണ്ടാണ് പ്രൈവറ്റ് വണ്ടികൾക്ക് വരാത്തത്? 15 കൊല്ലത്തേക്ക് അങ്ങ് കൊടുത്തിരിക്കുക. ഇത് ശരിക്കും പ്രൈവറ്റ് വണ്ടികൾക്കും വരണ്ടേ? ടാക്സി വണ്ടികൾ ഇത്രയ്ക്കല്ലേ ഉള്ളൂ, പ്രൈവറ്റ് വണ്ടികളല്ലേ കൂടുതൽ? പല വിദേശ രാജ്യങ്ങളിലും വർഷാവർഷം ഈ പറഞ്ഞ ചെക്കിങ് നടത്തണ്ടേ? അതെ, അത് ഇത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് ഉള്ള നിയമമാണ്. ഞങ്ങൾക്ക് നിയമം എന്താണോ പറയുന്നത്, എനിക്കറിയാം നിയമം. എന്തായിരിക്കും ഇത് വരാത്തത്? അത് ഭാവിയിൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ പ്രൈവറ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇല്ലാത്ത മൂലമാണ് ഈ അപകടം ഉണ്ടായതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അങ്ങനെ ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് പോയിട്ട് നിയമം അമെൻഡ് ചെയ്ത് വന്നാൽ ഇതുവരെ വന്നിട്ടില്ല. പ്രൈവറ്റ് വണ്ടി ഇപ്പൊ നമ്മൾ സ്വാഭാവികമായും നമ്മളൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ബുഷിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വയം അലക്കാനും അല്ലെങ്കിൽ മാറ്റാനും ഉള്ള ശ്രമം നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. ട്രാൻസ്പോർട്ട് കാറ്റഗറി വേറെ ആർക്കും വേണ്ടിയിട്ടാണ് ഓടണേ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വേറെ പബ്ലിക്കാണ് വണ്ടിയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അവരുടെ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ ട്രാൻസ്പോർട്ട് വണ്ടിയാണെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ അത് 7 കൊല്ലമൊക്കെ കഴിഞ്ഞു പോകുന്ന വണ്ടിയാണ് ഓരോ കൊല്ലത്തിലും ഓരോ വർഷം വന്നിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. പ്രൈവറ്റ് വണ്ടിക്ക് അങ്ങനെ ഒരു മേജർ ഫിറ്റ്നസ് ഇല്ലാത്ത രീതിയിലുള്ള വണ്ടികൾ കാണുന്നത് കുറവാണ്. തേഞ്ഞ ടയറും വെച്ച് ഓടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും അത് കേസെടുത്തിട്ട് അവരോട് മാറ്റാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ പോലെ കൊടുക്കുകയോ അങ്ങനെ ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ചെയ്യാവുന്ന ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്യാറുണ്ട്. ശരിക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഒരു ഗുരുതര ഓഫൻസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ മേജറായിട്ട് ഇപ്പോൾ ആക്സിഡൻറ്റ് കേസുകളിൽ, അതായത് ആളുകൾ മരിക്കുന്ന കേസുകൾ, അത് സസ്പെൻഡ് ചെയ്തേ പറ്റൂ. പിന്നെ ഫ്രാക്ചർ ഉണ്ടാകുന്ന കേസുകൾ, നമ്മുടെ വണ്ടി മൂലം ഒരാൾക്കൊരു ആക്സിഡൻറ്റിൽ ഫ്രാക്ചർ ഉണ്ടായി, അങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിൽ അതിനും സസ്പെൻഷൻ ഉണ്ട്. പിന്നെ അലക്ഷ്യമായി അശ്രദ്ധമായി വണ്ടി ഓടിച്ച് വേറെ വണ്ടിയിൽ ഇടിച്ച് ഡാമേജ് പറ്റി, അതിനും ഒരു പരിധിവരെ മേജറായിട്ട് തോന്നുന്ന കേസുകളാണെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് പല RTO ഓഫീസുകളിലും. ശുപാർശകളല്ലേ, ഓപ്ഷൻസ് നിങ്ങളുടെ അല്ലേ തീരുമാനം അന്തിമം? അതെ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് കൊടുക്കുന്ന റിപ്പോർട്ടിനകത്ത് ഈ ലൈസൻസിന്റെ ഡീറ്റെയിൽസും കൂടി ഇമ്പോണ്ട് ചെയ്ത് RTOയ്ക്ക് കൊടുക്കുന്നു. അവർ ഹിയറിംഗ് നോട്ടീസ് വരുന്നു, അവർ ഒരു ഷോക്കോസ് ആയിട്ട് കൊടുക്കുന്നു, അവർ ആ ഷോക്കോസ് റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്താലും തൃപ്തികരമല്ലാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലും അവർ റിപ്ലൈ വരും. എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാലും RTO പോലീസിൻ്റെ FIR-ഉം അതുപോലെ തന്നെ MVA MVയുടെ റിപ്പോർട്ടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിയുമ്പോൾ കുറ്റകരം ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ RTO സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ കേസുകളിലും അങ്ങനെ സസ്പെൻഷൻ വരുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മൾ ഈ 6 വരി പാതയിൽ ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടെ ഒന്ന് പറഞ്ഞോളൂ. ഈ 6 വരി പാതയിൽ ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവമാണ്. മോട്ടോർ വെഹിക്കിൾസ് MVD കേരള എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പണ്ട് പോലെ സജീവമാണ്. അതെനിക്ക് തോന്നുന്നു 2013 ഞാൻ ഇവിടെ എറണാകുളത്ത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് ഫേസ്ബുക്ക്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മീഡിയ സെല്ല് തന്നെ ഉണ്ട് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ മീഡിയ സെല്ലിൽ ഒരുപാട് ഓഫീസേഴ്സ് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡേ ടു ഡേ കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാനുള്ള രീതിയിലുള്ള വീഡിയോസ് അവയർനെസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പല വീഡിയോകളും ഈ 6 ലൈൻ റോഡുകൾ, 4 ലൈൻ റോഡുകൾ, അവിടെ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ വരുന്ന റോഡുകളിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്നും എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി യൂട്യൂബ് ചാനലുണ്ട്,
MVD കേരള എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്തും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മിനിമം നമ്മളതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും പോകണം. കാരണം ഡ്രൈവിംഗ് ടെസ്റ്റിന് 4 ലൈനിൽ കൂടെയും 6 ലൈനിൽ കൂടെയും ഒന്നും ഓടിപ്പിച്ചിട്ടല്ല ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ മാരുതിയുടെ ചെറിയ കാർ ഓടിച്ചിട്ട് LMV 407 വരെ, ടാറ്റയുടെ 407 വരെ ഓടിക്കാനുള്ള ലൈസൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ അപകടം വരാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള അവയർനെസ് വളരെ വ്യക്തമായിട്ട് 4 ലൈൻ റോഡ് 6 ലൈൻ റോഡിലൊക്കെ ഉള്ള എങ്ങനെയാണ് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് MSM പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മിറർ സിഗ്നൽ മാനുവർ എന്ന് പറയുന്ന പ്രൊസീജിയർ. നോക്കി അതെ അതെ, ആദ്യം മിറർ നോക്കി, പുറകിൽ വണ്ടിയുണ്ടോ ഫ്രണ്ടിൽ വണ്ടിയുണ്ടോ, നമ്മുടെ വണ്ടിക്ക് ചുറ്റും ഒന്ന് നോക്കി, ബ്ലൈൻഡ് സ്പോട്ട് ഒന്ന് ചെക്ക് ചെയ്തു, തല തിരിച്ച് തന്നെ നോക്കി ചെക്ക് ചെയ്തു. അതിനുശേഷം സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ മാറേണ്ടത്. അതാണ് ഈ MSM പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഒരു വണ്ടി, ഓട്ടോറിക്ഷയൊക്കെ പെട്ടെന്ന് വട്ടം തിരിയണല്ലേ എന്ന് പറയുന്നതൊക്കെ ഈ MSM പ്രൊസീജിയർ ചെയ്യാതെ കൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ്. അത് ഒരു കാൻഡിഡേറ്റ് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നാളെ വണ്ടി ഓടിക്കുമ്പോൾ ആ പ്രൊസീജിയർ അനുസരിച്ച് ആ ടൈം കറക്റ്റ് ആ ഗ്യാപ്പ് കിട്ടിയതിനു ശേഷം അതിൻ്റെ ഓരോന്നിനും ഒരു സ്റ്റെപ്പ് എടുക്കുള്ളൂ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ചാറ്റ് വിത്ത് ഭക്തനിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.